ഓക്കെ. പി ജി ബി പിയുടെ പാർട്ട് 2. പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ് ടു സെക്ഷൻ 37 വരെയാണ്. അതായത് ഡിഡക്ഷൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് അമെന്റ്മെന്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സെക്ഷൻ 40 തൊട്ടാണ്. അതായത് നോട്ട് ഡിഡക്റ്റബിൾ, ഡിഡക്ട് ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്, മീൻസ് ഡിഡക്ഷൻ കിട്ടാതെ ഡിസലവബിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഡിസലവ് ചെയ്യുന്ന എക്സ്പെൻസുകൾ ഏതൊക്കെ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, എക്സ്പെൻസ് അലവ് ചെയ്താലാണ് പ്രോഫിറ്റ് കുറയുക, അപ്പോഴാണ് ടാക്സ് കുറയുക. എക്സ്പെൻസ് ഡിസലവ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? എക്സ്പെൻസ് ഡിസലവ് ചെയ്യുമ്പോൾ എക്സ്പെൻസ് കണക്കാക്കാൻ എക്സ്പെൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറയണം. അപ്പം നേരെ പ്രോഫിറ്റ് കൂടുതലേ ചെയ്യുക, എക്സ്പെൻസ് കുറയാ ചെയ്യുന്നത്, അപ്പൊ പ്രോഫിറ്റ് കൂടും. അപ്പൊ ഇത് സൂക്ഷിച്ചു കണ്ടിട്ട് വേണം. അപ്പൊ റിയൽ ലൈഫിൽ തന്നെ ഇതൊക്കെ നല്ല നോക്കണം. കാരണം എക്സ്പെൻസ് ഡിസലവ് ചെയ്യാന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്റെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ടാവും, ബട്ട് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല എന്ന് പറയാണ് ഇൻകം ടാക്സ്. പണിയാണ്. അപ്പൊ എന്തൊക്കെ ഇവർ പാലിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ സെക്ഷൻ 40 സീരീസിൽ നോക്കുന്നത്. അപ്പൊ നോക്കി നോക്കാം. ഫസ്റ്റ്, നോൺ ഡിഡക്ഷൻ ഓർ ഡെപ്പോസിഷൻ ഓഫ് ടി ഡി എസ്. ചില കേസിൽ നമ്മൾ ടി ഡി എസിന്റെ സെക്ഷൻ നമ്മൾ ഫർദർ പിന്നീട് പഠിക്കും. അപ്പൊ ടി ഡി എസിൽ മസ്റ്റ് ആയിട്ട് പിടിക്കേണ്ട സാഹചര്യം പറയുന്നുണ്ട്. അതായത് ടി ഡി എസ് നിങ്ങൾ അതായത് നിങ്ങൾ ഒരാൾക്ക് എക്സ്പെൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് എക്സ്പെൻസ് ആണ്, അപ്പുറത്തുള്ള ആൾക്ക് അത് ഇൻകം ആണ്. അപ്പൊ അത് കൊടുക്കുമ്പോൾ ടി ഡി എസ് ടാക്സ് കട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ കൊടുക്കാൻ എന്ന് സ്പെസിഫിക്കലി നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒന്നെങ്കിൽ ടി ഡി എസ് കട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ ടി ഡി എസ് കട്ട് ചെയ്തത് കുറഞ്ഞു പോയി, അതായത് അല്ലെങ്കിൽ ടി ഡി എസ് കട്ട് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റിക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. ഇതിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ എക്സ്പെൻസ് ഡിസലോ ചെയ്യും. അതായത് നോക്കട്ടെ ഏത് സാഹചര്യമാണ് നമുക്ക് നോക്കാം. അപ്പൊ സെക്ഷൻ ഏതാണെന്ന് കഴിഞ്ഞാൽ സെക്ഷൻ 40A1 ഓർ 40A1A. ഓക്കെ. അപ്പൊ 40A1 നമുക്ക് നോക്കാനുള്ള റിലേറ്റഡ് ടു ടി ഡി എസിന്റെ ഡിഡക്ഷനെ കുറിച്ച് പറയാനുള്ളത്. അതിൽ 40A1 പറയുന്നത് റിലേറ്റഡ് ടു നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി. അതായത് ഫോറിൻ കമ്പനിക്കോ നോൺ റെസിഡന്റിനോ വല്ല പേയ്മെന്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പേയ്മെന്റ് കൊടുക്കുമ്പോൾ ടി ഡി എസ് കട്ട് ചെയ്യണം. ആസ് പെർ ടി ഡി എസിന്റെ റൂൾ അല്ലെങ്കിൽ ടി ഡി എസിന്റെ സെക്ഷൻസ് അനുസരിച്ച് പറയുന്നുണ്ട്. ഇൻകം ടാക്സിലെ ടി ഡി എസിന്റെ സെക്ഷൻ ആ പാർട്ടിൽ പറയുന്നുണ്ട്, ആ നോൺ റെസിഡന്റിന് ഫോറിൻ കമ്പനിക്ക് നിങ്ങൾ പേയ്മെന്റ് കൊടുക്കുമ്പോൾ ടി ഡി എസ് ഡിഡക്ട് ചെയ്യണം എന്നൊരു ആക്ച്വലി ഒരു നിയമം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഒന്നുകിൽ ഡിഡക്ട് ചെയ്തില്ല, ടി ഡി എസ് ഹാസ് നോട്ട് ബി ഡിഡക്റ്റഡ്, അല്ലെങ്കിൽ ഡിഡക്റ്റഡ് ബട്ട് നോട്ട് പേ ടു ദി ഗവൺമെന്റ്, എന്ത് ചെയ്തില്ല, ഗവൺമെന്റിക്ക് പേ ചെയ്തില്ല വിത്തിൻ ഡ്യൂ ഡേറ്റ്. അതായത് റിട്ടേൺ ഓഫ് ഇൻകത്തിന്റെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതിന്റെ റിട്ടേണിന്റെ ഉള്ളിൽ ചെയ്താലും മതി, ചലാൻ അടച്ചാലും മതി, ടാക്സ് അടച്ചാലും മതി. ബട്ട് ടി ഡി എസ് ഡിഡക്ട് ചെയ്തിട്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടി ഡി എസ് ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തില്ല, ഗവൺമെന്റിക്ക് അത് പേ ചെയ്തിട്ടില്ല. പേ ചെയ്യണം, ആ ഫിനാൻഷ്യൽ ഇയർ തന്നെ പേ ചെയ്യണമെന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ആ ഫിനാൻഷ്യൽ ഇയറിന്റെ നെക്സ്റ്റ് അസസ്മെന്റ് ഇയറിലാണല്ലോ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുക. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന്റെ ഉള്ളിൽ ആ റിട്ടേൺ ഓഫ് ഇൻകത്തിന്റെ ഡേറ്റിന്റെ ഉള്ളിൽ, ജൂലൈ 31 ആണ് നമ്മൾ നോർമൽ ഇതിന്റെ ഡേറ്റ്. ഓക്കെ. അപ്പം അല്ലെങ്കിൽ സെപ്റ്റംബർ 30. അപ്പൊ ആ ഒരു ഡ്യൂ ഡേറ്റിന്റെ ഉള്ളിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടി ഡി എസ് ഡിഡക്ട് ചെയ്താൽ മതി, ഗവൺമെന്റിക്ക് പേ ചെയ്താൽ മതി എന്നാ പറയുന്നത്. ഞാൻ അങ്ങനെ ചെയ്തില്ല, അതാണ് പറയുന്നത്. നിങ്ങൾ അത് ചെയ്തില്ല വെച്ചാൽ then such amount or payment, ഏത് amount or payment, ആ എക്സ്പെൻസ് ഇല്ല, ആ പെർട്ടിക്കുലർ എക്സ്പെൻസ് പെയ്ഡ് ടു ദി നോൺ റെസിഡന്റ് ഓർ ഫോറിൻ കമ്പനി വിൽ ബി 100% ഡിസലൗഡ്. 100% ഡിസലവ് ചെയ്യും. എനിക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റൂല. അപ്പൊ ആലോചിച്ച് നോക്കിയാൽ, ഞാൻ 1,00,000 ഒരു നോൺ റെസിഡന്റ് കൊടുത്തിരുന്നു. ശരിക്കും 10% ഡിഡക്ട് ചെയ്ത് ഞാൻ ഗവൺമെന്റിക്ക് പേ ചെയ്യേണ്ട കേസ് ആയിരുന്നു. ഞാൻ എന്ത് ചെയ്തില്ല, ഡിഡക്ട് ചെയ്തില്ല. ഞാൻ ശരിക്കും എന്റെ എക്സ്പെൻസ് ആയിട്ട് 1,00,000 കാണിച്ചിട്ടുണ്ടോ, പേയ്മെന്റ് ടു നോൺ റെസിഡന്റ് സംതിങ് എന്തെങ്കിലും പേയ്മെന്റ് ആയിരിക്കാം. ബട്ട് ആ 1,00,000 എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ സമ്മതിക്കില്ല. റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഐ നോട്ട് ഡിഡക്റ്റഡ് ദി ടി ഡി എസ്. ഇനി രണ്ടാമത്തെ സാഹചര്യം, ഞാൻ ടി ഡി എസ് ഒക്കെ ഡിഡക്ട് ചെയ്തിരുന്നു, ബട്ട് ആ 10,000 അല്ല, 10% അല്ല, 10,000 റുപ്പീസ് ഞാൻ ഗവൺമെന്റിക്ക് പേ ചെയ്യാൻ വിട്ടുപോയി. അപ്പോഴും എന്താ 100% ഡിസലോ ചെയ്യും. ഇനി പേ ചെയ്യാൻ വിട്ടുപോയാൽ നിങ്ങൾക്ക് ഏതിനുള്ളിൽ പേ ചെയ്താൽ മതി, റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്നതിന്റെ ഉള്ളിൽ പേ ചെയ്താലും മതി. അപ്പം അലൗ ചെയ്യും. ഓക്കെ. ഇനി അലൗഡ് ഇൻ പ്രീവിയസ് ഇയർ ഓഫ് ഡെപ്പോസിറ്റ്. ഇനിയിപ്പം ഈ വർഷം എന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ 2024-25 ഫിനാൻഷ്യൽ ഇയറത്തെ ഒരു ടി ഡി എസ് ഡിഡക്ട് ചെയ്യേണ്ട കേസ് ഉണ്ടായിരുന്നു. ഓക്കെ. ഞാൻ എന്ത് ചെയ്തില്ല, ടി ഡി എസ് ഡിഡക്ട് ചെയ്യാൻ വിട്ടുപോയി. ഓക്കെ. അപ്പൊ 2024-25 എനിക്കത് അലോ ചെയ്യോ, ആ എക്സ്പെൻസ് ഇല്ല. ഞാൻ ഫർദർ പിന്നെ 2025-26 ആ എമൗണ്ട് യഥാർത്ഥത്തിൽ ടി ഡി എസ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു, കറക്റ്റ് ആക്കി. അങ്ങനെയാണെങ്കിൽ 25-26 എന്ത് ചെയ്യാം, എനിക്ക് അലോ ചെയ്യും. ഓക്കെ. സബ്സിക്വന്റ് ഇയറിൽ എനിക്ക് എന്ത് ചെയ്യാം, ആ എക്സ്പെൻസ് അലോ ചെയ്തെടുക്കാം, ഡിഡക്ഷൻ ആക്കി എടുക്കാം. അതാണ് പറയുന്നത് അലൗഡ് ഇൻ പ്രീവിയസ് ഇയർ ഡെപ്പോസിറ്റ് ഗവൺമെന്റ് ടി ഡി എസ് സബ്സിക്വന്റ് ഇയർ ടി ഡി എസ് ഡെപ്പോസിറ്റ് ആഫ്റ്റർ ദി ഡ്യൂ ഡേറ്റ്. അപ്പൊ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ സബ്സിക്വന്റ് ഇയറിലോ ആണെന്നുണ്ടെങ്കിൽ ആ റെസ്പെക്റ്റീവ് ഞാൻ പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്യാം, എപ്പോഴാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്ന എപ്പോഴാണോ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയറിൽ നിങ്ങൾക്ക് അത്, അതായത് ഏത് പ്രീവിയസ് ഇയറിലാണോ നിങ്ങൾ ഞാൻ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ആ ടി ഡി എസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ആ ടി ഡി എസ് ഡയറക്റ്റ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എപ്പോഴാണോ ആ ഫിനാൻഷ്യൽ ഇയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഡിഡക്ഷൻ ആക്കി, ആ എമൗണ്ട് എക്സ്പെൻസ് ആക്കി. കഴിഞ്ഞ വർഷം എടുത്തില്ല എക്സ്പെൻസ് ആയിട്ട്. കാരണം എന്താ, കഴിഞ്ഞ വർഷം ഞാൻ ടി ഡി എസിന്റെ പ്രൊവിഷൻ കറക്റ്റ് പാലിച്ചില്ല. ബട്ട് ആ സാധനം ഞാൻ ഈ വർഷം പാലിച്ചു, ആ എമൗണ്ട് തന്നെ പാലിച്ച്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ ഡിഡക്ഷൻ ഈ വർഷം എടുക്കാം. ഓക്കെ. സോ അതാണ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ 24-25 പേ ചെയ്യേണ്ട എമൗണ്ട് ആയിരുന്നു, ടി ഡി എസ് ഡിഡക്ട് ചെയ്യേണ്ട എമൗണ്ട് ആയിരുന്നു. പക്ഷേ 24-25 ഞാൻ എന്ത് ചെയ്തില്ല, ഡിഡക്ട് ചെയ്തില്ല. ഞാൻ പിന്നീട് ഡിഡക്ട് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ 25-26 ഡിഡക്ട് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, കറക്റ്റ് ആക്കുന്നത്. അപ്പം 24-25 എനിക്ക് എക്സ്പെൻസ് അലോ ചെയ്യില്ല, ബട്ട് 25-26 എനിക്ക് എടുക്കാം.
ഇനി 25-26 യഥാർത്ഥത്തിൽ എന്റെ എക്സ്പെൻസ് ആണോ എന്നല്ല, കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻസ് അല്ലേ, ബട്ട് സ്റ്റിൽ ഐ ക്യാൻ ക്ലെയിം ദാറ്റ് എക്സ്പെൻസ് ഇൻ ദിസ് ഇയർ. ഓക്കെ, അതാണ് 40A1. അപ്പൊ 40A1 റിലേറ്റഡ് ടു നോൺ റെസിഡന്റ്. ഇതേ പ്രൊവിഷൻ തന്നെ 40A1 പറയുന്നത് സെയിം പ്രൊവിഷൻ ആണ്, ബട്ട് റെസിഡന്റിന്റെ കേസ് ആണെങ്കിൽ മാത്രം. നോൺ റെസിഡന്റ് അല്ല, റെസിഡന്റ് ആണ്, സെയിം TDS ഡിഡക്ട് ചെയ്തില്ല, ഡിഡക്ട് ചെയ്ത് ഗവൺമെന്റ് അടച്ചില്ല, ദെൻ അങ്ങനെയാണെങ്കിൽ ഫുള്ളി ഡിസലവ് ചെയ്യില്ല, മാർക്ക് ചെയ്ത് വെക്കുക, 30% മാത്രമേ ഡിസലവ് ചെയ്യുള്ളൂ. 30%, അത് 1 ലാഖിന്റെ പേയ്മെന്റ് ആണെങ്കിൽ ഞാൻ TDS ഡിഡക്ട് ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ 30%, ദാറ്റ് മീൻസ് 30,000 എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓൺലി വി ക്യാൻ ക്ലെയിം 70,000, 70,000 മാത്രമേ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മറ്റേ സെയിം പ്രൊവിഷൻ ഇവിടെ ഉണ്ട്. പിന്നീട് പിറ്റത്തെ വർഷം സബ്സിക്വന്റ് ഇയറിൽ നിങ്ങൾ TDS ഡിഡക്ട് ചെയ്ത് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കറക്റ്റ് ആക്കിയാണെങ്കിൽ ആ സബ്സിക്വന്റ് വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അലൗ ചെയ്യാം, എക്സ്പെൻസ് ആയിട്ട് എടുക്കാം. സെയിം പ്രൊവിഷൻ ആണ്, സെയിം തിങ് ആണ് 40A1 1A. ആകെ ഒരു വ്യത്യാസമുണ്ട്, 40A1 is related to non-resident or foreign company and 40A1 is related to resident. അവിടെ 100% ഡിസൊല്യൂവ് ചെയ്യും, ഇവിടെ 30% ഡിസൊല്യൂവ് ചെയ്യും, ബാക്കി പക്ക സെയിം. ഓക്കെ, ഇനി ഇഫ് എനി എമൗണ്ട് പെയ്ഡ് ഓർ ക്രെഡിറ്റ് ടു പേ വിത്തൗട്ട് ഡിഡക്ഷൻ ഓഫ് TDS, അതായത് TDS ഡിഡക്ട് ചെയ്യാതെയാണ് ഞാൻ അയാൾക്ക് പേയ്മെന്റ് കൊടുത്തത്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് 1 ലക്ഷം ആയിരുന്നു, ഞാൻ ശരിക്കും 10% ഡിഡക്ട് ചെയ്ത് ബാക്കി 90,000 കൊടുക്കാൻ പാടുള്ളൂ, ബട്ട് ഐ പെയ്ഡ് 1 ലാഖ്. എന്റെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ TDS കറക്റ്റ് ഡിഡക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ബട്ട് ഫർണിഷ്ഡ് ഈസ് ROI. ROI തന്നെ റിട്ടേൺ ഓഫ് ഇൻകം. ആരുടെ റിട്ടേൺ ഓഫ് ഇൻകം? ആ പേഴ്സൺ, ഞാൻ ഡിഡക്ട് ചെയ്യപ്പെട്ട പേഴ്സൺ ഇല്ലേ, പേ ഇല്ലേ, അപ്പൊ ആ ആളുടെ റിട്ടേൺ ഓഫ് ഇൻകം അയാൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, അയാൾ റിട്ടേൺ ഓഫ് ഇൻകം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കൺസിഡർ സച്ച് എമൗണ്ട് ഇൻ ടോട്ടൽ ഇൻകം ആൻഡ് പേ ടാക്സ് ബിയോണ്ട് സച്ച് എമൗണ്ട്, ദെൻ എമൗണ്ട് ഡിസലൗഡ് വിൽ ബി അലൗഡ് ഇൻ ഇയർ ഇൻ വിച്ച് പേ ഫയൽസ് ഈസ് റിട്ടേൺ ഓഫ് ഇൻകം. എക്സാമ്പിൾ പറയാം, അതായത് 2024-25 ഞാൻ ഒരു റെസിഡന്റിന് ഒരു 1 ലാഖ് പേയ്മെന്റ് കൊടുക്കാനുണ്ടായിരുന്നു. റിലേറ്റഡ് ടു ഒരു TDS ഡിഡക്ഷൻ വരുന്ന ഒരു കേസ് ആയിരുന്നു. ഞാൻ എന്ത് ചെയ്തു, TDS ഡിഡക്ട് ചെയ്യാൻ വിട്ടുപോയി. ശരിക്കും ഞാൻ 10% ഡിഡക്ട് ചെയ്ത് 90,000 മാത്രമേ കൊടുക്കാൻ പാടുണ്ടായിരുന്നു. ബട്ട് എനിക്കത് ഡിസലവ് ചെയ്യില്ലേ, അല്ലെ, എനിക്ക് ആ എമൗണ്ട് എനിക്ക് 30% ഡിസലവ് ചെയ്യും. കാരണം റെസിഡന്റിന് കൊടുക്കാനുള്ള പേയ്മെന്റ് TDS ഡിഡക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിഡക്ട് ചെയ്തിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ 30% ഡിസലവ് ചെയ്യുമെന്ന് പറഞ്ഞു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് പിറ്റത്തെ, അതായത് 30% ഡിസലവ് ചെയ്തല്ലോ, അപ്പൊ പിറ്റത്തെ വർഷം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് ഇപ്പം ആ ഡിഡക്ട് ചെയ്യപ്പെട്ട ആളില്ലേ, അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് അയാൾ 1 ലക്ഷം മൊത്തം ഇൻകം ആയിട്ട് കാണിച്ച് 1 ലക്ഷത്തിന്റെ മുകളിൽ ടാക്സ് വരുന്ന രീതിയിലാണ് അയാൾ റിട്ടേൺ ഫയൽ ചെയ്തത്. അതായത് TDS എന്നുള്ള രീതിയിൽ ഒന്നും ആലോചിച്ചിട്ടില്ല, അങ്ങനത്തെ ഒന്നും കാണിച്ചിട്ടില്ല. ടോട്ടൽ ഇൻകം ആയിട്ട് അയാൾ 1 ലക്ഷം കാണിച്ചു, ആ 1 ലക്ഷത്തിന് മുകളിൽ അയാൾ ടാക്സും പേ ചെയ്ത ആളാണെങ്കിൽ, അയാൾ കറക്റ്റ് റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്ത ആളാണെങ്കിൽ, ആ റിട്ടേൺ ഓഫ് ഇൻകം അയാൾ ഫയൽ ചെയ്യുന്ന സമയമല്ലേ, ആ ഫിനാൻഷ്യൽ ഇയർ ഇല്ലേ, ആ ഫിനാൻഷ്യൽ ഇയറിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ 30% ഡിസലവ് ചെയ്തത് തിരിച്ച് അലവ് ചെയ്തെടുക്കാം. ഞാൻ എമൗണ്ട് വെച്ച് എക്സാമ്പിൾ പറയാം. അതായത് 2024-25 ഒന്നുകൂടി മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. 2024-25 ഒരു 1 ലാഖ് പേയ്മെന്റ് ഒരാൾക്ക് കൊടുക്കാനുണ്ടായി. ഓക്കെ, ഞാനത് കൊടുത്തില്ല, ആയതിനാൽ 30% ഡിസലവ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 30,000. ബാക്കി എനിക്ക് അലവ് ചെയ്ത എക്സ്പെൻസീസ് ഓൺലി 70,000 മാത്രമാണ് എനിക്ക് അലവ് ചെയ്തത്. ഓക്കെ, എന്നാൽ 30% ഡിസലവ്. ഇനി ഇനിയിപ്പം ഇത് ഫിനാൻഷ്യൽ ഇയർ ആണ്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ എന്ന് പറയാം. ഇതിന്റെ ആ ഡിഡക്ട് ഇല്ലേ, ആ പേഴ്സൺ എന്നുള്ള പേഴ്സൺ ആണ് കൂട്ടിക്കും. ആ എന്നുള്ള പേഴ്സൺ എന്ത് ചെയ്തു, അയാളുടെ അസസ്മെന്റ് ഇയർ, അതായത് 2025-26 അയാൾ 1 ലാഖ് എന്തായിട്ട് കാണിച്ച്, ഇൻകം ആയിട്ട് കാണിച്ചു. 1 ലാഖിന്റെ മുകളിൽ എന്ത് ചെയ്തു, ടാക്സും പേ ചെയ്തു കറക്റ്റ് ആയിട്ട്. കറക്റ്റ് അയാൾ അവിടെ നെറ്റ് എമൗണ്ട് TDS ഡിഡക്ട് ചെയ്യപ്പെടേണ്ട എമൗണ്ട് അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. ജസ്റ്റ് 1 ലാഖ് ഫുള്ളി എമൗണ്ട് അയാൾ ഇൻകം ആയിട്ട് ഡിക്ലെയർ ചെയ്തു, അതിന്റെ മുകളിൽ ടാക്സ് അയാൾ പേയും ചെയ്തു. അപ്പം 2025-26 അപ്പൊ ഇങ്ങോട്ട് നോക്കി, 24-25 ഞാൻ 30% ഡിസലവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഫിനാൻഷ്യൽ ഇയറിൽ, അല്ലെ. ഇനി പക്ഷേ 25-26 അസസ്മെന്റ് ഇയർ, ദാറ്റ് മീൻസ് എന്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ എത്രയാ, 2025-26. ഈ ഫിനാൻഷ്യൽ ഇയർ നോക്കുമ്പോൾ എന്റെ ആ ഡിഡക്ട് ചെയ്യപ്പെട്ട ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് 1 ലാഖ് ഇൻകം ആയിട്ട് കാണിച്ചിട്ട് ടാക്സ് അടച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഫിനാൻഷ്യൽ ഇയറിൽ എന്ത് ചെയ്യാം, ആ 30,000 മുമ്പ് ഡിസലവ് ചെയ്തത് ഇപ്പോൾ അലവ് ചെയ്തെടുക്കാം. അത് ആ വർഷം പറ്റില്ല, പിറ്റത്തെ വർഷം പറ്റും. അതെന്താ പിറ്റത്തെ വർഷം പറ്റാനുള്ള കാരണം, എടാ പിറ്റത്തെ വർഷമല്ലേ അയാൾ ടാക്സ് കറക്റ്റ് അടക്കുന്നത്, ആ ലോജിക്കിൽ എടുക്കുക. അതായത് അസസ്മെന്റ് ഇയറിലാണല്ലോ ടാക്സ് അടക്കുക, അപ്പൊ ആ പേ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് അയാളുടെ അസസ്മെന്റ് ഇയറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ടാക്സ് അയാൾ ഫുള്ളി പേ ചെയ്ത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാളുടെ അസസ്മെന്റ് ഇയർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് അത് ഫിനാൻഷ്യൽ ഇയർ, അപ്പൊ ആ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ആ മുമ്പ് ഡിസലവ് ചെയ്ത എക്സ്പെൻസ് എന്ത് ചെയ്യാൻ ഇപ്പോൾ അലവ് ചെയ്തെടുക്കാം. ഓക്കെ, ഒന്ന് റിവൈൻഡ് ചെയ്ത് ഒന്നും കൂടി ഫസ്റ്റ് തൊട്ട് കേൾക്കുക, യു വിൽ ഗെറ്റ് ഗ്രിപ്പ്. ആ ഗ്രിപ്പ് കറക്റ്റ് കിട്ടും. ആ എക്സാമ്പിൾ വെച്ചൊന്ന് നോക്കിയാൽ മതി. അപ്പം
പറഞ്ഞു വന്നത് ഒന്നുകൂടി വായിക്കാം. ഇഫ് എനി എമൗണ്ട് പെയ്ഡ് ഓർ ക്രെഡിറ്റ് ടു പേ വിത്തൗട്ട് ഡിഡക്ഷൻ ഒന്നും ചെയ്യാതെ പേ ചെയ്തു, അയാളുടെ റിട്ടേൺ ഓഫ് ഇൻകം കൺസിഡറിങ് സച്ച് എമൗണ്ട് ടോട്ടൽ ഇൻകം ആയിട്ട് ഫുള്ളി എമൗണ്ട് കൺസിഡർ ചെയ്തു ആൻഡ് പെയ്ഡ് ടാക്സ് ഡ്യൂ ഓൺ സച്ച് എമൗണ്ട്, അതിന്റെ മുകളിൽ ടാക്സ് കറക്റ്റ് പേയും ചെയ്തു. ദെൻ എമൗണ്ട് ഡിസലൗഡ് വിൽ ബി അലൗഡ് ഇൻ ഇയർ വിച്ച് പേ ഫൈൽസ് റിട്ടേൺ ഓഫ് ഇൻകം. അതായത് ആ ഡിസലവ് ചെയ്ത എമൗണ്ട് ഇല്ലേ, അത് അലൗ ചെയ്തെടുക്കാം. അലൗഡ് ഇൻ ഇയർ, ഏത് ഇയർ? ഇൻ വിച്ച് പേ ഫയൽസ് ഈസ് റിട്ടേൺ ഓഫ് ഇൻകം. ആ പേ എപ്പോഴാണ് റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്നത്, ആ സമയത്തെ ഇതിന്റെ മുകളിൽ, ആ സമയത്തിന്റെ കൂടെ എന്ത് ചെയ്യാം, നമുക്ക് അത് അലോ ചെയ്തെടുക്കാം. ആ പേ ഫയൽ ചെയ്യുന്ന ഏത് വർഷം? 2025-26 അപ്പൊ 2025-26 എനിക്ക് എന്ത് ചെയ്യാം, അത് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ആ ഡിസലവ് ചെയ്ത 30,000 എനിക്ക് ഇപ്പോൾ അലോ ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ദി കേസ്. നെക്സ്റ്റ് 48(2). 40-ലെ ഒരു ഫസ്റ്റ് സീരീസ്, TDS ഡിഡക്റ്റഡ് സീരീസ് അവിടെ കഴിഞ്ഞു. 40A1 ആൻഡ് 40A2. 40A1. അടുത്തത് 40A2. 40A ക്യാപിറ്റൽ എങ്ങനെ 2. ഇഫ് ഇത് സ്പെസിഫൈഡ് പേഴ്സൺസിന്റെ പേയ്മെന്റ് ആണ്, അതായത് നമ്മൾ റിലേറ്റീവ്സ് ഉദ്ദേശിക്കുന്നത്. ഇഫ് പേയ്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് മെയ്ഡ് ടു സ്പെസിഫൈഡ് പേഴ്സൺ, ദ AO ക്യാൻ അസസിംഗ് ഓഫീസർ ക്യാൻ ഡിസലോ എക്സസീസ് ഓർ അൺറീസണബിൾ എമൗണ്ട്. അതായത് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറെ എക്സ്പെൻസ്, ഇപ്പൊ ഞാനല്ലേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത്, അപ്പൊ അതിൽ കുറെ എക്സ്പെൻസുകൾ ഉണ്ട്. അപ്പൊ ആ എക്സ്പെൻസിൽ കുറെ റിലേറ്റീവ്സിന്റെ എക്സ്പെൻസ് ഉണ്ട്. അതായത് റിലേറ്റീവ്സിന് കൊടുത്ത ആ പേയ്മെന്റ്, ഈ പേയ്മെന്റ് എന്നിട്ട് ഒരുപാട് റിലേറ്റീവ്സ് പേയ്മെന്റ് ഉണ്ട്. പല നാച്ചർ ഓഫ് എക്സ്പെൻസസ് തന്നെയാണ്. ബട്ട് ആ കൊടുത്ത ആ പേഴ്സൺ, അതായത് ആ കിട്ടുന്ന പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ സ്പെസിഫൈഡ് പേഴ്സൺ ആണ്. റിലേറ്റീവ്സ് ആവാം, സം അതർ പേഴ്സൺ ആവാം, അവരായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള, അത്രയും ബിസിനസ്സുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവാം. അപ്പൊ ഓഫ് കോഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ പേയ്മെന്റ് നല്ല കൂടുതലായിരിക്കും അല്ലേ? കാരണം അത് കൂടുതലാക്കി കഴിഞ്ഞാൽ എന്താ ഗുണം? എക്സ്പെൻസ് കൂടുതലായിട്ട് കാണാം. എക്സ്പെൻസ് കൂടുതലായ പ്രോഫിറ്റ് കുറക്കാം, പ്രോഫിറ്റ് കുറഞ്ഞാൽ ടാക്സ് കുറക്കാം. സോ ഡെഫിനറ്റ്ലി അവിടെ മാനിപ്പുലേഷൻസ്, കള്ളത്തരം വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പം ഇവിടെ പറയാണ്, അസസിംഗ് ഓഫീസർക്ക് വേണമെങ്കിൽ അത് ഡിസലവ് ചെയ്യാം. അസസിംഗ് ഓഫീസർക്ക് വേണമെങ്കിൽ അത് ഡിസലവ് ചെയ്യാം. ഏതാ ഡിസലവ് ചെയ്യാൻ പറ്റുക? പേയ്മെന്റ് ഇൻ എക്സസ് ഓഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ. ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാളും എക്സസ് ആയിട്ട് വല്ല പേയ്മെന്റ് നിങ്ങൾ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എക്സസ് എമൗണ്ട് വിൽ ബി ഡിസലവ്. എക്സസ് എമൗണ്ട് എന്ത് ചെയ്യും? ഡിസലവ് ചെയ്തിരിക്കും. ഓക്കെ, എക്സസ് എമൗണ്ട് ഡിസലവ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞാനിപ്പോ എന്താ പറയാ, ഒരു പേയ്മെന്റ്, ഒരു എക്സ്പെൻസ് ഉണ്ടായിരുന്നു, പ്രിന്റിംഗ് ഓർ സ്റ്റേഷനറി ഓർ സംതിങ് എക്സ്പെൻസ്. അപ്പൊ ആ എക്സ്പെൻസ് ഞാൻ പേ ചെയ്തിട്ടുള്ളത് ഒരു 1.5 ലക്ഷമാണ് ടോട്ടൽ ആ പേയ്മെന്റ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ശരിക്കും ഫെയർ മാർക്കറ്റ് വാല്യൂ ആ ഒരു എക്സ്പെൻസ് 1,20,000 വരുള്ളൂ. ബട്ട് ഞാൻ റിലേറ്റീവ് ആയതുകൊണ്ട് എന്ത് ചെയ്തു? കൂട്ടി കാണിച്ചു. ദാറ്റ് മീൻസ് എന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരാളെന്നെ അപ്പൊ അയാൾക്ക് പേയ്മെന്റ് കൊടുത്താലും തിരിച്ചാൽ പൈസ എനിക്ക് എടുക്കാലോ. ഒന്നാലോചിച്ച് നോക്കി, 1.5 ലക്ഷം അയാൾക്ക് കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ അവിടെ എക്സ്പെൻസ് ആയിട്ട് 1.5 ലക്ഷം കാണിച്ചു. യഥാർത്ഥത്തിൽ 1,20,000 ആ 30,000 ഞാൻ തിരിച്ച് ക്യാഷ് ആക്കി അയാൾക്ക് വാങ്ങിയാൽ പറയാം. അങ്ങനെയൊക്കെ ചെയ്തൂടെ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും, അതായത് അങ്ങനെ കള്ളത്തരം ചെയ്തിട്ടുണ്ടാവും. റിലേറ്റീവ്സ് ആകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് നടത്താലോ. അപ്പൊ അങ്ങനെ അസസിംഗ് ഓഫീസറിന് തോന്നുന്ന 1.5 ലക്ഷം, അതായത് 1,20,000 സാധനം 1.5 ലക്ഷമായിട്ട് കാണിച്ചിട്ട് ഇവര് ഫെയർ മാർക്കറ്റ് വാല്യൂടെ എക്സസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ എക്സസ് എമൗണ്ട് വിൽ ബി ഡിസലൗഡ്. ആ 30,000 എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ സമ്മതിക്കില്ല, ഡിസലവ് ചെയ്യും. ഈ അസസിംഗ് ഓഫീസർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, ഒരു അൺറീസണബിൾ എമൗണ്ട് അവിടെ കാണിച്ചിട്ടുണ്ട്, റീസണബിൾ അല്ലാത്തൊരു എമൗണ്ട് കാണിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഡിസലവ് ചെയ്യും. അത് സ്പെസിഫൈഡ് പേഴ്സൺ ആരൊക്കെ പെടും? ഇൻഡിവിജ്വൽ ആണെങ്കിൽ സ്പൗസ്, ബ്രദർ, സിസ്റ്റർ, ലീനിയൽ അസെൻഡന്റ്, ഡിസെൻഡന്റ് ഓഫ് ഇൻഡിവിജ്വൽ, HUF ആണെങ്കിൽ മെമ്പർ ഓഫ് HUF, റിലേറ്റീവ്സ്, പാർട്ണർ ആണെങ്കിൽ ഫേം ആണെങ്കിൽ പാർട്ട്നേഴ്സ്, റിലേറ്റീവ്സ് ഓഫ് പാർട്ട്നേഴ്സ്, AOP കമ്പനി, എല്ലാവർക്കും പറയുന്നത് വായിച്ചു നോക്കുക ആ സ്പെസിഫൈഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണെന്ന്. നെക്സ്റ്റ് 40A3. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ക്യാഷ് പേയ്മെന്റ് റിലേറ്റഡ് ആയിട്ട് ഡിസലവ് ചെയ്യുന്ന കേസാണ്. അതായത് 40A3, ഞാൻ ക്യാഷ് ഡിജിറ്റൽ മേക്ക് ഇൻ ഇന്ത്യന്റെ തന്നെ എന്താ ഡിജിറ്റലൈസ് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ ഇന്ത്യ അല്ലെ? അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള പോയിന്റ് ആണെന്ന് പറയാം. ഇഫ് അഗ്രിഗേറ്റ് പേയ്മെന്റ് ഫോർ എക്സ്പെൻഡിച്ചർ ടു എ സിംഗിൾ പേഴ്സൺ ഇൻ എ ഡേ എക്സീഡ്സ് 10,000 ബൈ ക്യാഷ് ഓർ ബെറർ ചെക്ക് ഓർ ക്രോസ് ചെക്ക്, ദെൻ സച്ച് എ പേയ്മെന്റ് ഷാൽ ബി 100% ഡിസലൗഡ്. ഒരു സിംഗിൾ പേഴ്സണിന് ഒരു സിംഗിൾ ഡേ 10,000 എക്സീഡ് ആവുന്ന രീതിയിൽ ക്യാഷ് ആയിട്ടോ ബെറർ ചെക്ക് ആയിട്ടോ ഓർ ക്രോസ് ചെക്ക് ആയിട്ടോ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, ഈ ബെറർ ചെക്കും ക്രോസ് ചെക്കും ഒക്കെ ജസ്റ്റ് ക്യാഷ് ഡീലിംഗ്സ് പോലെ തന്നെയാണ്. അത് അക്കൗണ്ട് ത്രൂ അല്ല നടക്കുക, ചെക്ക് കൊടുത്താൽ ക്യാഷ് കിട്ടും, ആ പരിപാടിയാണ്. അപ്പം അങ്ങനെ വല്ല പേയ്മെന്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ 10,000 എക്സീഡ് ചെയ്തിട്ടുണ്ട്, ഒരു സിംഗിൾ പേഴ്സൺ ആണ്, ഇൻ എ ഡേ ആണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് കംപ്ലീറ്റ്ലി ഡിസലവ് ചെയ്യും. അതായത് എന്റെ ഒരു എക്സ്പെൻസിൽ ഞാനൊരു 20,000 പേയ്മെന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്റെ എക്സ്പെൻസിൽ. ആ 20,000 ഒരു സിംഗിൾ ഡേ കൊടുത്തതാണ്, ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 20,000 കനോട്ട് ബി ക്ലെയിംഡ് ആസ് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ സമ്മതിക്കൂല. ഓക്കെ, ഇനി 100% ഡിസലവ്, 10,000 മുകളിൽ പോയത് മാത്രമല്ല ഡിസലവ് ചെയ്യാം, കംപ്ലീറ്റ് എക്സ്പെൻസ് വിൽ ബി ഡിസലവ്. ഇനി ആ പേയ്മെന്റ് കിട്ടുന്ന ആ പേഴ്സൺ ഇല്ലേ, അതൊരു ട്രാൻസ്പോർട്ടർ ആണെങ്കിൽ ആ ലിമിറ്റ് 35,000 വരെയാണ്, 10 അല്ല 35,000. അപ്പൊ അത് MCQ അല്ലെങ്കിൽ അവർക്ക് ചോദിക്കണം. ഈ ട്രാൻസ്പോർട്ടർ ആണെങ്കിൽ 40A3 അനുസരിച്ച് ലിമിറ്റ്
35,000. അപ്പൊ 35,000 വരെ ഒരു ട്രാൻസ്പോർട്ടർക്ക് നമുക്ക് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആളാവാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എക്സ്പെൻസ് പേ ചെയ്യുമ്പോൾ 35,000 വരെ ക്യാഷ് ആയിട്ട് കൊടുക്കാം. അതിന്റെ അപ്പുറത്തോട്ട് വരുമ്പോഴാണ് എന്ത് ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റാത്തത്. അപ്പൊ 10,000 ശരിക്കും പറഞ്ഞാൽ 10,000 വരെ ക്യാഷ് എക്സ്പെൻസ് ഒരു പെർ ഡേ നടക്കുള്ളൂ അല്ലേ. അതിനപ്പുറം പോകാന്നുണ്ടെങ്കിൽ വിൽ ബി ഡിസലൗഡ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി ട്രാൻസ്പോർട്ടർ ആണെന്നുണ്ടെങ്കിൽ എത്ര പാടുള്ളൂ? 35,000 പാടും. If expenditure claimed as deduction in earlier years on due basis, and if such expenditure is subsequently paid in cash in excess of 10,000 in a day, then deduction allowed earlier is taxable under PGP. This is also important. അതായത് മുമ്പ് അക്രൂവൽ ബേസിസ് അനുസരിച്ച് ഞാൻ എക്സ്പെൻഡിച്ചർ ക്ലെയിം ചെയ്താൽ ആക്ച്വലി പേ ചെയ്തിട്ടില്ല. നമുക്ക് അക്രൂവൽ ബേസിലാണല്ലോ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക. പേ ചെയ്യണം നിർബന്ധമില്ലല്ലോ. അപ്പൊ ഡ്യൂ ബേസിസിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പെൻഡിച്ചർ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഓക്കെ, അപ്പൊ ഞാനൊരു 12,000 ഒരു എക്സ്പെൻസ് ഉണ്ട് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. ഞാനത് കഴിഞ്ഞ വർഷം കാണിച്ചത് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 12,000 പേയബിൾ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ആഫ്റ്റർ ദ സബ്സിക്വന്റ് ഫിനാൻഷ്യൽ ഇയർ, നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഞാനിത് പേ ചെയ്തു. പക്ഷെ അത് പേ ചെയ്തത് എന്തായിട്ടാ? ക്യാഷ് ആയിട്ടാ പേ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 10,000 അബോ ക്യാഷ് ആയി സിംഗിൾ ഡേ ടു എ സിംഗിൾ പേഴ്സൺ എന്ത് ചെയ്യണം? ആ 12,000 ഇക്കൊല്ലം എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നില്ല, കഴിഞ്ഞ കൊല്ലത്തെ എക്സ്പെൻസ് ആയിരുന്നല്ലോ, ഇപ്രാവശ്യം പേ ചെയ്തത്. അത് ഇക്കൊല്ലം ഇൻകം ആയിട്ട് കാണിക്കണം, PGBP ഇൻകം ആയിട്ട് കാണിക്കണം, ടാക്സബിൾ അണ്ടർ PGBP. കാരണം കഴിഞ്ഞ കൊല്ലത്തെ എക്സ്പെൻസ് ഡിസലോ ചെയ്യുമ്പോൾ കൊല്ലത്തെ ഇൻകം ആയിട്ട് മാറും. എക്സ്പെൻസ് ഡിസലവൻസ് ഈസ് ടൈപ്പ് ഓഫ് എൻ ഇൻകം എന്ന് പറഞ്ഞൂടെ. അല്ല, എക്സ്പെൻസ് ഒഴിവാക്കപ്പെടുന്നത് ഒരു നേച്ചർ ഓഫ് ഇൻകം ആണെന്ന് പറഞ്ഞൂടെ. എക്സ്പെൻസ് ഒഴിവാക്കി ഇൻകം കൂടൂലേ, പ്രോഫിറ്റ് കൂടൂലേ. സോ അതായത് കഴിഞ്ഞ വർഷത്തുണ്ടായിരുന്ന ഒരു പേയ്മെന്റ് ആയിരുന്നു, ആ കഴിഞ്ഞ വർഷം കൊടുക്കേണ്ട പേയ്മെന്റ് ആയിരുന്നു, പക്ഷെ കഴിഞ്ഞ വർഷം കൊടുത്തിട്ടില്ല, എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ അത് ഈ വർഷം ഞാൻ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ പേ ചെയ്യുന്ന ക്യാഷ് ആയിട്ടാണ് 10,000 അബോവ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് ഇൻകം. അതായത് ഡിഡക്ഷൻ മുമ്പ് അലൗ ചെയ്താണ് വിൽ ബി ടാക്സബിൾ അണ്ടർ PGBP. PGBP ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇനി ഈ സ്പെസിഫിക് പ്രൊവിഷൻ അപ്ലൈ ആവാത്ത ചില കേസ് ഉണ്ട്. അതായത് ഈ പേയ്മെന്റ് മെയ്ഡ് ബൈ അക്കൗണ്ട് പേ ചെക്ക് ഒക്കെ ആണെങ്കിൽ, ലെഫ്റ്റ് ഒക്കെ ആണെങ്കിൽ പ്രശ്നമില്ല, അത് അക്കൗണ്ട് കൂടെ ചെയ്യും. ബാങ്ക് LICക്കുള്ള പേയ്മെന്റ് കുഴപ്പമില്ല, ബുക്ക് എൻട്രി ആണെങ്കിൽ പ്രശ്നമില്ല. വില്ലേജ് ടൗണിലുള്ള ബാങ്കിങ് ഫെസിലിറ്റി ഇല്ലാത്ത ആൾക്കാർക്കാണ് പേയ്മെന്റ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആണ് എംപ്ലോയീസിന് കൊടുക്കുന്നത്, അപ് ടു 50,000 വരെ പ്രശ്നമില്ല. സാലറി കൊടുക്കാൻ എംപ്ലോയിക്കിന്, ബട്ട് അതൊരു നോർമൽ പ്ലേസ് അല്ല, ഒരു വേറെ സ്ഥലത്താണ് അയാളെ പോസ്റ്റ് ചെയ്തത്, അതായത് റൂറൽ ഏരിയയിലൊക്കെ കേൾക്കാറ്. അപ്പം പൈസ ആയിട്ട് കൊടുക്കാതെ വേറെ നിവർത്തിയില്ല, ബാങ്കിങ് ഫെസിലിറ്റി ഒന്നും ഉണ്ടാകില്ല. അപ്പൊ അങ്ങനെ 15 ഡേയ്സ് വരെ ഒന്നും പ്രശ്നമില്ല. 15 നോർമൽ പ്ലേസിനേക്കാൾ 50 ഡേയ്സ് ഓർ മോർ നിൽക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ പറയണേ, 50 ഡേയ്സ് ഓർ മോർ നോർമൽ പ്ലേസിനേക്കാൾ കൂടുതൽ ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്ത് സ്റ്റേ വരികയാണ്, പോസ്റ്റ് ചെയ്യണം അയാളെ എന്തെങ്കിലും സം റീസൺ കൊണ്ട്. ഇപ്പോൾ ചിലപ്പോൾ കുന്നിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു വർക്കിന് വേണ്ടി പോസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ അയാൾക്ക് ക്യാഷ് കൊടുക്കാതെ വേറെ നിവർത്തിയില്ല. ഓക്കെ, ഇപ്പം പ്രൊഡ്യൂസേഴ്സ് കൾട്ടിവേറ്റ് അഗ്രികൾച്ചർ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടൊക്കെ പേയ്മെന്റ്, ഫോറസ്റ്റ് പ്രൊഡക്റ്റ്, പോൾട്രി, ഡയറി, ഫിഷ് പ്രൊഡക്റ്റ്, ലൈഫ് സ്റ്റോക്ക്, മിഡിൽ മാൻ ഇല്ലാത്ത കേസ് ഡയറക്ട്ലി ഫാർമറിന്റെ അടുത്ത് നിന്ന് പൈസ കൊടുത്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗൂഗിൾ പേ അങ്ങനത്തെ UPI ട്രാൻസാക്ഷൻ നെഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ബാങ്ക് അക്കൗണ്ട് തന്നെ ഉണ്ടാവില്ല. അപ്പൊ അവർക്കൊക്കെ പൈസ കൊടുക്കാന്നുള്ളത് വേറെ പഠിക്കില്ല. അപ്പൊ അങ്ങനത്തെ വല്ല പ്രൊഡ്യൂസേഴ്സിനും കൾട്ടിവേറ്റേഴ്സിനും ഒരു ഫോറസ്റ്റ് പ്രൊഡ്യൂസിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പൈസ ക്യാഷ് കൊടുത്താലും പ്രശ്നമില്ല, എക്സ്പെൻസ് ആയിട്ട് അലോ ചെയ്യും. അപ്പൊ ഇതൊക്കെ എക്സ്പെൻസ് ആയിട്ട് അലോ ചെയ്യുന്ന പറയുന്നത് വിൽ ബി ഓൾ ക്ലെയിം ആസ് എക്സ്പെൻസ്. ഇതൊക്കെ 10,000 മേലെ പോയാലും ആ ലിമിറ്റ് ഒന്നുമില്ല, ക്യാഷ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, പേ ചെയ്യാം, നോ ഇഷ്യൂസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു കാര്യം എന്ത് ചെയ്യാൻ ഓർത്ത് വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 40A3. നെക്സ്റ്റ് വരുന്നത് 40B ആണ്. 40B, പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്, റെമ്യൂണറേഷൻ, സാലറി, ബോണസ്, കമ്മീഷൻ ടു പാർട്ട്നേഴ്സ് ബൈ ഫേം ഓർ LLP. അതായത് പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് അല്ലെ, പാർട്ട്നേഴ്സിന് ക്യാപിറ്റലിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കാം, ലോണിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കാം, പാർട്ട്നേഴ്സിന് സാലറി കിട്ടാം, ബോണസ് കൊടുക്കാം, കമ്മീഷൻ കൊടുക്കാം. അപ്പൊ ഇതിനൊക്കെ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യുന്നതിന് ലിമിറ്റോ അല്ലെങ്കിൽ സംതിങ് എന്തെങ്കിലും ഉണ്ടോ, അതിൽ സെലവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത്. അപ്പൊ പാർട്ട്നേഴ്സ് ചിലപ്പോൾ ലോൺ ഇടുന്നുണ്ടാവും, ലോൺ ഇൻട്രസ്റ്റ് കൊടുക്കാം, ക്യാപിറ്റൽ ഇടുന്നുണ്ട്, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കൊടുക്കാം, കറണ്ട് അക്കൗണ്ട് ഉണ്ട്, കറണ്ട് അക്കൗണ്ട് മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കാം. അതേപോലെ സാലറി, ബോണസ്, എന്താ പറയാ, കമ്മീഷൻ, ഇങ്ങനെയുള്ള എക്സ്ട്രാ പേയ്മെന്റ് ഒക്കെ ആ ഒരു ഫേം പാർട്ട്നേഴ്സിന് കൊടുക്കണം. അപ്പൊ ഫേമിനെ സംബന്ധിച്ച് ഇത് എക്സ്പെൻസും പാർട്ട്നേഴ്സിനെ സംബന്ധിച്ച് ഇൻകമാണ്, ശരിയല്ലേ? അപ്പൊ ഫേം എന്ന് ആലോചിച്ച് നോക്കിയേ, സാലറി എന്ന് പറഞ്ഞിട്ട് വലിയൊരു എമൗണ്ട് ഫേം എക്സ്പെൻസ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഫേമിനെ സംബന്ധിച്ച് അത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആകുമ്പോൾ പ്രോഫിറ്റ് കുറയും, ടാക്സ് കുറയും. ആൻഡ് പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് നേരെ പാർട്ട്നേഴ്സിലോട്ട് റൂട്ട് ആവില്ലേ ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ വലിയ എമൗണ്ട് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നത് നേരെ പാർട്ട്നേഴ്സിന്റെ ഇൻകം ആയിരിക്കും, പാർട്ട്നേഴ്സ് ആൻഡ് ഇൻഡിവിജ്വൽ. ബട്ട് ഫേമിന് ടാക്സ് റേറ്റ് ഡിഫറെന്റ് ആണ്. അപ്പം ഞാനിവിടെ വലിയ എക്സ്പെൻസ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന രീതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ നേരെ നോക്കിയപ്പോൾ ബിസിനസിന്റെ പ്രോഫിറ്റ് എനിക്ക് കുറക്കാം അല്ലെ, അത്രയും കുറക്കാം, അത്രയും ടാക്സ് എനിക്ക് എന്ത് ചെയ്യാം, ബിസിനസ്സിൽ കുറക്കാം. ആൻഡ് ഇറ്റ് വിൽ ബി ടാക്സ് റേറ്റ് എന്ത് ആ പാർട്ട്ണറുടെ കൂടെ സാലറി ആയിട്ട് ടാക്സ് ചെയ്യപ്പെടാം, പക്ഷെ എന്നാലും ലാഭമല്ലേ? മനസ്സിലായോ? സോ അൾട്ടിമേറ്റ്ലി അതൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയാസ് ഒക്കെ പറയുന്നത്. അപ്പൊ നോക്കാം എന്താ അവിടെ പറയുന്നത്. ഇൻട്രസ്റ്റ് പെയ്ഡ് ടു പാർട്ട്ണർ ഓൺ ലോൺ, ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. ഇപ്പം പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റലിന്റെ അക്കൗണ്ടിന്റെ മുകളിലൊക്കെ, ലോണിന്റെ മുകളിലൊക്കെ വല്ല ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഫ് നോട്ട് ഓതറൈസ്ഡ് ബൈ ഡീഡ്, പാർട്ട്ണർഷിപ്പ് ഡീഡ്
ഒന്നും പറയുന്നില്ല അതിനെക്കുറിച്ച്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഓതറൈസേഷൻ ഇല്ല, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അങ്ങനെ ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നൊന്നും പറയുന്നില്ലെങ്കിൽ ഡിഡക്ഷൻ അലൗ ചെയ്യാൻ പാടില്ല. നോ ഡിഡക്ഷൻ. ഇനി അങ്ങനെ വല്ല എക്സ്പെൻസ് എടുക്കണമെങ്കിൽ ഇറ്റ് വിൽ ബി 100% ഡിസലൗഡ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അലോ ചെയ്യൂല, എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ സമ്മതിക്കൂല. ഈ ക്ലെയിം ചെയ്തതിനൊക്കെ അത് 100% ഡിസലോ ചെയ്യും. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഓതറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഇൻട്രസ്റ്റ് വല്ലതും പേ ചെയ്യണമെങ്കിൽ. ഇനി ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ, ഈ ഓതറൈസ്ഡ് ബൈ ഡീഡ് ആണെങ്കിൽ തന്നെ ലിമിറ്റ് ഉണ്ട് ഇൻട്രസ്റ്റിന്. എത്രയാ? 12%. മാക്സിമം 12% per annum വരെ മാത്രമേ ഇൻട്രസ്റ്റ് ടു പാർട്ട്ണർ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ലോൺ ആണെങ്കിലും ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിലും മാക്സിമം 12%. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ 15% കൊടുത്തിട്ടുണ്ട്, 15% കൊടുത്തിട്ടുണ്ട് ടു ലോൺ ടു പാർട്ട്ണർ, അല്ല പാർട്ട്ണറുടെ ലോണിന് വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര വരെ ക്ലെയിം ചെയ്യാം? 12% ക്ലെയിം ചെയ്യാം. ബാക്കി 3% വിൽ ബി ഡിസലൗഡ്. എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ സമ്മതിക്കില്ല. ഓക്കെ. ഇനി ഇൻട്രസ്റ്റ് ലോണിന്റെ ഒരു സ്പെസിഫിക് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അതായത് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു ഫേം, ആ ഫേമിൽ പാർട്ട്ണറായിട്ട് റാമുണ്ട്, ശ്യാമുണ്ട്, മോഹൻ HUF ആണ്. മോഹനല്ല, ഇൻഡിവിജ്വലി മോഹനല്ല, HUFന്റെ ബിഹാഫിലാണ് മോഹൻ നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ മോഹൻ HUF ഈസ് റെപ്രസെന്റഡ് ബൈ മിസ്റ്റർ മോഹൻ. ഓക്കെ. മിസ്റ്റർ മോഹൻ കറക്റ്റാണ്, പക്ഷെ മോഹൻ HUF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HUF ആണ്. അപ്പൊ HUFന്റെ ബിഹാഫിൽ നിൽക്കുന്ന ആളെ മാത്രമാണ് മോഹൻ. Therefore, Mohan is a partner in representative capacity. Firm has taken loan from Mr. Mohan. Interest paid by firm to Mr. Mohan is in personal capacity is fully allowed. അത് വെരി ഇമ്പോർട്ടന്റ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു, പാർട്ട്ണറിന്റെ അടുത്തുനിന്ന് വല്ല ലോൺ എടുക്കുകയാണ് ഈ ഫേം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ലോണിന് തിരിച്ച് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ 12% വരെ ഇൻട്രസ്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എക്സ്പെൻസ്. ഓക്കെ. ബട്ട് ആ പാർട്ട്ണർ അയാളുടെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ, അതായത് ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ മോഹൻ HUF എന്ന് പറയുമ്പോൾ ആ HUF ലോൺ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, ആ ലിമിറ്റ് വെക്കാം. ബട്ട് മോഹൻ ലോൺ കൊടുക്കുകയാണെങ്കിലും മോഹൻ ജസ്റ്റ് റെപ്രസെന്റേറ്റീവ് ആണേ ഉള്ളൂ HUFന്റെ. മോഹൻ ഇൻഡിവിജ്വലി ഇവിടെ പാർട്ട്ണർ അല്ല. അതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ല, ഫുള്ളി അലോ ചെയ്യാം. അപ്പൊ മോഹനാണ് ഇവിടെ, അതായത് മോഹൻ HUF അല്ല, മോഹനാണ് ഇവിടെ ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് പേ ചെയ്താലും ഇറ്റ് വിൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. ബട്ട് മോഹൻ HUF ആണ് ഇവിടെ ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ അപ് ടു 12% മാത്രമേ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എക്സ്പെൻസ് ആയിട്ട്. ഓക്കെ. ഇനി ഇഫ് ഇൻഡിവിജ്വൽ ഇസ് എ പാർട്ണർ ഇൻ ഫേം ഇൻ പേഴ്സണൽ കപ്പാസിറ്റി, ദെൻ എവർ ലീവ് ഇസ് നോട്ട് അപ്ലിക്കബിൾ ഓൺ ഇൻട്രസ്റ്റ് റിസീവ് ഓൺ ബിഹാഫ് ഓഫ് ഓർ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ്. അതായത് ഇപ്പം ഒരു എ എന്ന് പറഞ്ഞ പാർട്ണർ, ആ പാർട്ണറുടെ വൈഫ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫേമിന് എന്ത് ചെയ്തിട്ടുണ്ട്, ലോൺ കൊടുത്തിട്ടുണ്ട്. അത് ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലാണ് എ നിൽക്കുന്നത്. എയും വൈഫ് റിലേഷൻ മാത്രമല്ലേ ഉള്ളൂ. വൈഫ് സെപ്പറേറ്റ് പേഴ്സൺ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അതുള്ളൂ. അപ്പോഴും എന്ത് കുഴപ്പമില്ല എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഫേം ഉണ്ട്, പാർട്ണർ ഉണ്ട്, മിസ്റ്റർ ABC. ഫേം ഹാസ് ടേക്കൻ ലോൺ ഫ്രം മിസ്സിസ് C, അതായത് വൈഫ് ഓഫ് മിസ്റ്റർ C. സിന്റെ വൈഫിന്റെ അടുത്ത് നിന്ന് ലോൺ എടുത്തു. അപ്പൊ ഈ ലിമിറ്റ് അപ്ലിക്കബിൾ ആണോ? അതായത് 12% ലിമിറ്റ് അല്ല. കാരണം പേഴ്സണൽ കപ്പാസിറ്റിയിലല്ല C ഇവിടെ ലോൺ കൊടുക്കുന്നത്, വൈഫ് എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ഫേം ടു മിസ്റ്റർ C ഓൺ ലോൺ ടേക്കൺ ഫ്രം ഹിസ് വൈഫ് ഇസ് ഫുള്ളി അലൗഡ്. എക്സ്പെൻസ് മൊത്തം ഇപ്പൊ 15% 16% ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിലും ഇറ്റ് വിൽ ബി ഫുള്ളി അലൗഡ് ആസ് ഡിഡക്ഷൻ. പേഴ്സണൽ കപ്പാസിറ്റിയിലാവുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. ഓക്കെ. അതായത് ഈ മിസ്റ്റർ C ഡയറക്ട്ലി ലോൺ കൊടുക്കുകയാണെങ്കിൽ 12%, സിന്റെ വൈഫ് കൊടുക്കുകയാണെങ്കിൽ എത്ര ആയാലും കുഴപ്പമില്ല, വിൽ ബി ക്ലെയിം ആസ് ഡിഡക്ഷൻ. ഓക്കെ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഈ 40P ഇൻട്രസ്റ്റ് ആൻഡ് റെമ്യൂണറേഷൻ. ഞാൻ അതിൽ വരുന്ന ഇൻട്രസ്റ്റ് ഇപ്പൊ പറഞ്ഞു, റെമ്യൂണറേഷൻ എന്ന് പറയാറുണ്ട് സാലറി, ബോണസ്, കമ്മീഷൻ, റോയൽറ്റി വല്ലതും പാർട്ട്നേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ ലിമിറ്റ് ഉണ്ടോ? അവിടെയും പറയുന്നുണ്ട് നോട്ട് ഓതറൈസ്ഡ് ബൈ ഡീഡ് പറയുന്നില്ലെങ്കിൽ നോ ഡിഡക്ഷൻ, ഫുള്ളി ഡിസലോ ചെയ്യും. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സാലറി കൊടുക്കണമെന്നോ ബോണസ് കൊടുക്കണമെന്നോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിഡക്ഷൻ ഒന്നും അലോ ചെയ്യില്ല. ഇഫ് ഓതറൈസ്ഡ് ബൈ ഡീഡ് ഓതറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോൺ വർക്കിംഗ് പാർട്ട്ണർ ആണെങ്കിൽ ഒന്നും കിട്ടില്ല. അപ്പൊ ഡീഡ് പറയുന്നുണ്ടെങ്കിൽ ഈ സാലറി എടുക്കാം, വർക്കിംഗ് പാർട്ട്നേഴ്സിന് സാലറി എടുക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നോൺ വർക്കിംഗ് പാർട്ട്ണറിന് സാലറി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും കിട്ടില്ല. ഈ ഡീഡ് ഓതറൈസ്ഡ് ആണെങ്കിലും വർക്കിംഗ് പാർട്ട്ണർ അല്ലാന്നുണ്ടെങ്കിൽ ഡിഡക്ഷൻ ഈസ് നോട്ട് അലൗഡ്. ഇനി വർക്കിംഗ് പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് പറയുന്നുണ്ട്. തോന്നിയ പോലെ സാലറി ഒന്നും എടുക്കാൻ പറ്റില്ല. അതിനൊരു ലിമിറ്റ് പറയുന്നുണ്ട്. ലോവർ ഓഫ് ലിമിറ്റ് ഓർ ടോട്ടൽ പേയ്മെന്റ് ടു ഓൾ വർക്കിംഗ് പാർട്ട്നേഴ്സ് അലൗഡ് ആസ് ഡിഡക്ഷൻ. ആ ലിമിറ്റ് നോക്കുക. ആ ലിമിറ്റോ ടോട്ടൽ പേയ്മെന്റോ വിച്ച് ഈസ് ലോവർ ഏതാണോ അത് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ എന്ത് കമ്പയർ ചെയ്യണം? ടോട്ടൽ പേയ്മെന്റ് എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? ആ ലിമിറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. ആ ലിമിറ്റ് നേരെ താഴെ വരുന്നത് എങ്ങനെയാണ് ആ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നല്ല. അപ്പൊ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് ആക്ച്വൽ പേയ്മെന്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ടോട്ടൽ ഏതാണോ കുറവ് അതെന്തായിട്ട് എടുക്കാം, എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാം. അപ്പം കാൽക്കുലേഷൻ ഓഫ് ലിമിറ്റ് പറയുന്നത് ബുക്ക് പ്രോഫിറ്റിന്റെ ബേസിലാണ്. 6 ലക്ഷം വരെ ബുക്ക് പ്രോഫിറ്റ് 6 ലക്ഷം വരെ, അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് ലോസ് ആണെങ്കിൽ, ലോസ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ഇല്ലല്ലോ. അപ്പൊ ലോസ് ഓർ ബുക്ക് അപ് ടു 6 lakh ബുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ 3 ലക്ഷമോ അല്ലെങ്കിൽ 90% ബുക്ക് പ്രോഫിറ്റോ വിച്ച് ഈസ് ഹയർ നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഈ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇനി ബാലൻസ് ബുക്ക് പ്രോഫിറ്റ് 6 ലക്ഷം കഴിഞ്ഞിട്ടുള്ള ബാക്കി ബുക്ക് പ്രോഫിറ്റിന്റെ കാൽക്കുലേഷൻ 60% ഓഫ് ബാലൻസ് ബുക്ക് പ്രോഫിറ്റ്. 60%, അതായത് ഇപ്പം 7 ലക്ഷം എന്നുണ്ടെങ്കിൽ 6 ലക്ഷം വരെ മേലെ പോകും, ബാക്കി 1 ലക്ഷം ഇവിടെ വരും.
അത്രയും ക്ലബ് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് എനിക്ക് എക്സ്പെൻസ് ആയിട്ട് അതോ അല്ലെങ്കിൽ ടോട്ടൽ പേയ്മെന്റോ വിച്ച് എവർ ഈസ് ലോവർ എനിക്ക് എന്ത് ചെയ്യണം എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. അപ്പൊ എങ്ങനെ ബുക്ക് പ്രോഫിറ്റ് കണ്ടെത്തുക? ബുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പി ജി ബി ഫോർ റെമുനറേഷൻ, അതായത് നമ്മൾ ഈ റെമുനറേഷൻ ഇല്ലാത്ത എമൗണ്ടിനെയാണ് എന്ത് പറയാ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയാം. ഒന്നുമില്ല, നമ്മളെ പ്രോഫിറ്റ് ഇല്ലേ നമ്മള് നോർമലി ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കണ്ടെത്തുന്ന നമ്മളെ ഫിനാൻഷ്യൽ എഫ് എസ് സിയിലെ പ്രോഫിറ്റ് അല്ലട്ടാ, എഫ് എസിലെ പ്രോഫിറ്റ് അല്ല. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മൾ മോളത്തെ എക്സ്പെൻസും ഇതൊക്കെ ഡിഡക്ട് ചെയ്തിട്ടൊക്കെ കിട്ടുന്നില്ലേ, അലോ ചെയ്തിട്ടുള്ള എക്സ്പെൻസ്, അലോ ചെയ്യാത്ത എക്സ്പെൻസ്, ഒക്കെ ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് പ്രോഫിറ്റ് കണ്ടെത്തുക. അതിന്റെ കൂടെ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. ഇഫ് ഡെബിറ്റ് ടു പി ആൻഡ് എൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. അൺഅബ്സോർഡ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുക ഉണ്ടെങ്കിൽ ബാക്കി കിട്ടുന്നതാണ് അൺഅബ്സോർഡ് ഡിപ്രീസിയേഷൻ. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ കൂടുതൽ വരുന്ന സാഹചര്യം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുക. ബാക്കി കിട്ടുന്നതാണ് ബുക്ക് പ്രോഫിറ്റ്. ആ ബുക്ക് പ്രോഫിറ്റിന്റെ ആ ഒരു ഇതുവരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. ആ ലിമിറ്റ് നോക്കുക, ബുക്ക് പ്രോഫിറ്റ് ലിമിറ്റ് നോക്കുക, അതോ ആക്ച്വൽ പേയ്മെന്റ് വിച്ച് ഒരു സ്ലോവർ മാത്രമേ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ഉണ്ട്, ബുക്ക് പ്രോഫിറ്റ് 9 lakh ആണെങ്കിൽ പേയ്മെന്റ് കൊടുത്തിട്ടുള്ള സാലറിക്ക് 7,50,000 ആണ്. നമുക്ക് ബുക്ക് പ്രോഫിറ്റ് വെച്ചിട്ട് ലിമിറ്റ് കാണണം, ഓർ 7,50,000 വിച്ച് എവർ ഈസ് ലോവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ലിമിറ്റ് കണ്ടോക്കാം. ലിമിറ്റ് വരുമ്പോൾ ഹയർ ഓഫ് 6 lakh into 90% ഓർ 3 lakh പ്ലസ് ബാക്കി എത്ര ഉണ്ട് 6 lakh പോയി 9 lakh ആയിരുന്നു, 6 lakh നമുക്ക് ഇവിടെ എടുക്കും, ബാക്കി 3 lakh ഉണ്ട്, അതിന്റെ 60% നോക്കുമ്പോൾ 5,40,000 പ്ലസ് 1,80,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 7,20,000. അപ്പൊ ഒന്നുകിൽ 7,50,000 എടുക്കാം അല്ലെങ്കിൽ 7,20,000 എടുക്കാം, വിച്ച് എവർ ഈസ് 7,20,000 നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം. അപ്പൊ ആക്ച്വലി ഞാൻ 7,50,000 റെമ്യൂണറേഷൻ കൊടുക്കുന്നുണ്ട് പാർട്ട്നേഴ്സിന്, ബട്ട് ഫേമിന് എത്ര എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ 7,20,000 മാത്രമേ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഇതിൽ കുറച്ച് അതർ പോയിന്റ്സ് പറയുന്നുണ്ട്. സെക്ഷൻ 48(2) ഷാൽ നോട്ട് അട്രാക്ട് ഇൻ കേസ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് റെമ്യൂണറേഷൻ പെയ്ഡ് ടു പാർട്ട്നേഴ്സ് വിച്ച് ഈസ് കവേർഡ് അണ്ടർ 40. അതായത് 48(2) എന്തായിരുന്നു നമ്മളെ ആ റിലേറ്റീവ്സിന്റെ കേസ് തന്നെ, അതിൽ ഇത് പെടൂല. ഈ 48(2) റിലേറ്റീവ്സ് സ്പെസിഫൈഡ് പേഴ്സണ് പേയ്മെന്റ് കൊടുക്കുമ്പോൾ കേസ് നമ്മൾ ഡിസലവ് ചെയ്യുന്ന കേസില്ലേ, അതിൽ 40(b) പറയുന്ന കാര്യങ്ങൾ, അതായത് ഇൻട്രസ്റ്റ് റെമ്യൂണറേഷൻ ആ സാധനം ഒന്നും പെടൂല എന്നാണ് പറയുന്നത്. അത് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്, അത് ഇവിടെ കൺസിഡർ ചെയ്യും. ഇൻട്രസ്റ്റ് ആൻഡ് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ഇവിടെ കൺസിഡർ ചെയ്യുക, 48(2)ലല്ല. റെന്റ് 40(b) ഇല്ല. അതായത് ഇപ്പൊ പാർട്ട്ണറിന് റെന്റ് കൊടുക്കുകയാണ്, പാർട്ട്ണറിന്റെ ബിൽഡിംഗ് ആണ്, അപ്പൊ പാർട്ട്ണറിന് ഇങ്ങനെ റെന്റ് കൊടുക്കുന്നത്, അത് 48(b) ഇല്ല, അത് 48(2) തന്നെ വരിക. സ്പെസിഫൈഡ് പേഴ്സന്റെ ആ റിലേറ്റീവ് പേഴ്സൺ ആ കാര്യമില്ലേ, റിലേറ്റീവ് പേഴ്സണ് പേയ്മെന്റ് കൊടുക്കല്ലേ. അപ്പൊ പാർട്ട്ണറിന്റെ ബിൽഡിംഗ് ആണ്, അപ്പൊ ബിൽഡിങ്ങിന്റെ റെന്റ് കൊടുക്കുന്നത് ഫേം റെന്റ് കൊടുക്കുന്ന ആർക്കാ, പാർട്ട്ണർക്കാ. അത് എവിടെ ഏത് സെക്ഷൻ അനുസരിച്ചാണ് നോക്കണ്ടേ, 48(2). ഫെയർ മാർക്കറ്റ് വാല്യൂ നോക്കുക, ഫെയർ മാർക്കറ്റ് വാല്യൂവിനെ വേണ്ടി കൂടുതൽ ഈ പേയ്മെന്റ് റെന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അലോ ചെയ്യില്ല. ഓക്കെ. പിന്നെ ഷെയർ ഇൻകം, ഈ പ്രോഫിറ്റിന്റെ ഷെയർ കൊടുക്കില്ല പാർട്ട്നേഴ്സിന് ഇല്ലേ, റിസീവ്ഡ് ബൈ പാർട്ട്ണർ ഫ്രം ഫേം ഈസ് എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 10. അതായത് പാർട്ട്ണറിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ഷെയർ കിട്ടുന്നത് ഈസ് എക്സംപ്റ്റ്, അതായത് പാർട്ട്ണറിന് അത് ഇൻകം അല്ല, പാർട്ട്ണർ അത് എക്സംപ്റ്റ് ചെയ്യും. ഓക്കെ, അതിനാണ് അതിന്റെ പ്രോഫിറ്റ് ടാക്സ് ഇവിടെ കൊടുക്കുന്നില്ലല്ലോ, പിന്നെ ഇതിന് അയാൾ അവിടെ ടാക്സ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇൻട്രസ്റ്റും അതെടുക്കുന്നതൊക്കെ അവർക്ക് ടാക്സബിൾ. അപ്പൊ ഇൻട്രസ്റ്റ് ആൻഡ് റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ പാർട്ട്ണർ ഈസ് ടാക്സബിൾ അണ്ടർ BGP അപ് ടു ഡിറക്ഷൻ അലൗഡ് ടു. അതായത് ഇവിടെ ഇപ്പം പാർട്ട്ണറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, പാർട്ട്ണറിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഈസ് ടാക്സബിൾ അണ്ടർ BGP ഫോർ പാർട്ട്ണർ. അതൊരു എക്സ്പെൻസ് ആണ്, അപ്പുറത്തുള്ള ആൾക്ക് ഇൻകം ആണ്. അപ്പൊ നോക്കുക, പ്രോഫിറ്റിന്റെ ഷെയർ പാർട്ട്നേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ പാർട്ട്ണർ അത് ഇൻകം അല്ല, എക്സെപ്റ്റ് ഇൻകം ആണ്. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ആൻഡ് റെമ്യൂണറേഷൻ പാർട്ട്ണർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ എക്സ്പെൻസ് ആണ്. ആർക്ക് എക്സ്പെൻസ്, ഫേമിന് എക്സ്പെൻസ് ആണ്, പാർട്ട്ണർ അത് ഇൻകം ആണ്, ആൻഡ് ടാക്സബിൾ അണ്ടർ വിച്ച് ഹെഡ്, BGP ഹെഡിൽ ടാക്സബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ 41 ഡീംഡ് BGP ഇൻകം. അപ്പം ഡീംഡ് BGP ഇൻകം എന്ന് പറഞ്ഞാൽ മുമ്പ് ഞാൻ എക്സ്പെൻഡിച്ചർ ആയിട്ട് ക്ലെയിം ചെയ്ത സാധനമായിരുന്നു, ബട്ട് അത് എനിക്ക് തിരിച്ചു കിട്ടി. അതായത് ആ എക്സ്പെൻഡിച്ചർ എനിക്ക് ഡിസലവ്, അതായത് ഡിസലവ് ചെയ്തില്ല, എക്സ്പെൻഡിച്ചർ എനിക്ക് തിരിച്ചു കിട്ടി. ഇപ്പൊ SSC ഹാസ് ടേക്കൻ ഡിറക്ഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഓർ ട്രേഡിംഗ് ലൈബിലിറ്റി നിയർലി ചെയ്തത്. മുമ്പത്തെ വർഷം ഞാൻ എക്സ്പെൻഡിച്ചർ ആയിട്ട് ക്ലെയിം ചെയ്ത സാധനമായിരുന്നു, ബട്ട് കറണ്ട് ഏതോ വർഷം അന്ന് ഞാൻ എക്സ്പെൻഡിച്ചർ ഒക്കെ എടുത്തതാ. SSC റീഫണ്ട് ഓഫ് സച്ച് എമൗണ്ട്, ആ എക്സ്പെൻഡിച്ചർ ഇപ്പൊ റീഫണ്ട് ആയിട്ട് കിട്ടി, തിരിച്ചു കിട്ടിയ എമൗണ്ട്. മുമ്പ് എക്സ്പെൻസ് ആയിരുന്നു, ഇപ്പൊ അത് തിരിച്ചു കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കട്ടെ, മുമ്പ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചതല്ലേ. യെസ്, അതന്നെ അതിന്റെ ലോജിക്. ഓക്കെ, റെമിഷൻ തിരിച്ചു കിട്ടി, അല്ലെങ്കിൽ സെസേഷൻ ഓഫ് സച്ച് ലയബിലിറ്റി, ആ ലയബിലിറ്റി ഒഴിവായി കിട്ടി, ദെൻ സച്ച് റെമിഷൻ ഓർ റീഫണ്ട് ഷാൽ ബി ടാക്സബിൾ അണ്ടർ BGP. അത് കുറെ എക്സാമ്പിൾ ഉണ്ട്. ബാലൻസിംഗ് ചാർജ്, സോറി GST, സെയിൽസ് ടാക്സ്, ക്രെഡിറ്റേഴ്സിന് റൈറ്റ് ഓഫ് ചെയ്യുന്ന കേസ്, പേയ്മെന്റ് ടു ക്രെഡിറ്റേഴ്സ്, അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ BGP. അത് മുമ്പ് ഞാൻ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്തായിരിക്കും, ഇപ്പൊ എന്ത് ചെയ്തു, എനിക്കത് തിരിച്ച് റെമിഷൻ വന്നെങ്കിൽ അത് ഞാൻ ഇൻകം ആയിട്ട് ഈ കൊല്ലം ഡിക്ലെയർ ചെയ്യും. ഇപ്പൊ 2023-24 ഞാനൊരു 12,000 എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്തിരുന്നു. ആ 12,000 അന്ന് എക്സ്പെൻസ് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചിട്ട് ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ അത് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. Okay? പിന്നെ ഈ ബാലൻസിങ് ചാർജും അതേപോലെ സയന്റിഫിക് റിസർച്ച് അസിസ്റ്റന്റ് സെയിൽ ഇതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കഴിഞ്ഞ പാർട്ടിൽ ഈ ബാഡറ്റ് റിക്കവർ ആയി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നമ്മളെ കഴിഞ്ഞ പാർട്ടിൽ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഓക്കെ,
ഇനി 43B പറയുന്നത് എക്സ്പെൻസ് അലൗഡ് ഓൺ ആക്ച്വൽ പേയ്മെന്റ്. അതായത് പേയ്മെന്റ് ആക്ച്വലി ചെയ്താൽ ഇത് 43B പാർട്ട് ബിയിൽ ചില സ്ഥലത്ത് ഇങ്ങനെ വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ 43B ആക്ച്വൽ പേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതായത് ചില എക്സ്പെൻസ് ഡ്യൂ ആയാൽ പോരാ, ആക്ച്വലി പേ ചെയ്താൽ മാത്രം എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, അലൗ ചെയ്യുള്ളൂ. ഡ്യൂ ബേസിസിലല്ല, പേയ്മെന്റ് ബേസിലാണ് വരുന്നത്. അപ്പൊ പേയ്മെന്റ് ബേസിൽ വരുന്നതാണ് 43B വരുന്നത്. ഫോളോയിങ് എക്സ്പെൻസസ് ആർ അലൗഡ് ഓൺലി ഇഫ് ദേ ആർ പെയ്ഡ്. എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ താഴെ പറഞ്ഞ എക്സ്പെൻസുകൾ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ ഓൺലി പേ ചെയ്താൽ മാത്രമേ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ്? ടാക്സ്, ഡ്യൂട്ടി, സെസ്. എന്തെങ്കിലും ടാക്സോ ഡ്യൂട്ടിയോ സെസ്സോ ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് ഓൺ ടാക്സ്, ടാക്സിന്റെ മുകളിൽ ഇൻട്രസ്റ്റ്, ഇതൊക്കെ എനിക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ ആക്ച്വലി ഐ നീഡ് ടു പേ, ഡ്യൂ ആയാൽ പോരാ. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ടു SPF, സ്പെസിഫൈഡ് പ്രൊവിഡന്റ് ഫണ്ട്, അല്ലെങ്കിൽ RPF, അപ്രൂവ്ഡ് സൂപ്പർ അന്വേഷൺ ഫണ്ട്, അപ്രൂവ്ഡ് ഗ്രാറ്റുറ്റി ഫണ്ട്, പെൻഷൻ സ്കീം അണ്ടർ ITCCD, എനി അതർ ഫണ്ട് ആസ് പെർ ലോ. അതായത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എംപ്ലോയർക്ക് എക്സ്പെൻസ് അല്ലേ? എംപ്ലോയർ ഒരുപാട് PF കോൺട്രിബ്യൂഷൻ എംപ്ലോയിക്ക് വേണ്ടി ചെയ്യുന്നില്ലേ? അപ്പൊ അത് എക്സ്പെൻസ് ആയിട്ട് ഇവിടെ ക്ലെയിം ചെയ്യണം. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഷുഡ് ആക്ച്വലി പേ. എന്നാ പേ ചെയ്യേണ്ടത്? ആ ഫിനാൻഷ്യൽ ഇയർ തന്നെ പേ ചെയ്യണോ, അതോ റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ചെയ്താൽ മതിയോ? റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്നതിന് മുന്നേ, പേ ചെയ്താലും മതി. ഓക്കെ. അതേപോലെ ബോണസ് കമ്മീഷൻ വല്ല എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആക്ച്വലി പെയ്ഡ് ആവണം. ബോണസ് ഇട്ടിട്ട് പേബിൾ ഇട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി പേ ചെയ്താൽ മാത്രമേ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ലോണിന്റെ വല്ല ഇൻട്രസ്റ്റ് വല്ലതും പേ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി പെയ്ഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇൻട്രസ്റ്റ് ഡ്യൂ ബേസിസിലേക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പേ ചെയ്താൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ലീവ് എൻഗാജ്മെന്റ്, ലീവ് സാലറി, എംപ്ലോയീസിനുള്ള വല്ല ലീവ് എൻഗാജ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഡ്യൂ ആയാൽ പോരാ, ആക്ച്വലി പെയ്ഡ് ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. റെയിൽവേസിനുള്ള വല്ല പേയ്മെന്റ്, യൂസ് ഓഫ് റെയിൽവേ അസറ്റ് യൂസ് ചെയ്തതിന് റെയിൽവേസിന് വല്ല പേയ്മെന്റ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി പേ ചെയ്താൽ മാത്രമേ അതിന്റെ എക്സ്പെൻസ് എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. allowability of deduction in respect of above expense. ഈ പെയ്ഡ് അപ് ടു ഡ്യൂ ഡേറ്റ് ഓഫ് ROI, അതായത് റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഡക്ഷൻ ഇൻ കറണ്ട് പ്രീവിയസ് ഇയർ, ഏതാണോ ഇയർ ഓഫ് എക്സ്പെൻസ്, ആ എക്സ്പെൻസ് മെറ്റ് ചെയ്ത വർഷം തന്നെ എനിക്ക് എന്ത് ചെയ്യാം, അത് എക്സ്പെൻസ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്തെടുക്കാം. ഇനി ആഫ്റ്റർ ഡ്യൂ ഡേറ്റ് ആണ് പേ ചെയ്യുന്നുണ്ടെങ്കിലോ, അതായത് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്തതിന് ശേഷം, റിട്ടേണിന്റെ ഡ്യൂ ഡേറ്റിന് ശേഷമാണ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഡക്ഷൻ ഇൻ ഇയർ ഓഫ് പേയ്മെന്റ്, എപ്പോഴാണോ അത് ആക്ച്വലി ഡിഡക്ഷൻ പേയ്മെന്റ് ചെയ്യുന്നത്, ആ പേയ്മെന്റ് ചെയ്യുന്ന വർഷം എനിക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 12,000 ഇൻട്രസ്റ്റ് പേ ചെയ്യാനുണ്ടായിരുന്നു ആ വർഷത്തെ. ആ 12,000 ഇൻട്രസ്റ്റ് ഞാൻ പേ ചെയ്തത് നമ്മൾ സപ്പോസ് ഡ്യൂ ഡേറ്റ് 31 ജൂലൈ ആണ് കൂട്ടാം. 31 ജൂലൈനുള്ളിൽ പേ ചെയ്തു റിട്ടേൺ ഓഫ് ഇൻകം. അതായത് 2024-25 പേയ്മെന്റ് ആയിരുന്നു. അസസ്മെന്റ് ഇയർ അതായത് 2025-26. അപ്പൊ 2025 31 ജൂലൈനുള്ളിൽ ഞാനത് പേ ചെയ്തിരുന്നെങ്കിൽ 2025 തന്നെ 24-25 തന്നെ എന്ത് ചെയ്യാം, എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇനി ഞാനത് പേ ചെയ്തത് 2025 ഒരു ഓഗസ്റ്റ് 31 പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് അപ്ലൈ ക്ലെയിം ചെയ്യാൻ പറ്റുള്ള എക്സ്പെൻസ് ആയിട്ട് 2025-26 ഫിനാൻഷ്യൽ ഇയറിലെ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞത്, ഇഫ് പെയ്ഡ് അപ് ടു ഡ്യൂ ഡേറ്റ് ഓഫ് ROI, റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ റെസ്പെക്റ്റീവ് കറണ്ട് പ്രീവിയസ് ഇയർ തന്നെ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ഈ റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ, റിട്ടേൺ ഓഫ് ഇൻകത്തിന് ശേഷമാണ് നിങ്ങൾ എക്സ്പെൻസ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഡക്ഷൻ എന്നാണോ പേ ചെയ്യുന്നത് ആ വർഷം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. റെസ്പെക്റ്റീവ് ആ ഫിനാൻഷ്യൽ ഇയർത്തെ എക്സ്പെൻസ് ആവില്ല അല്ലെ, കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻസ് അല്ലേ, ബട്ട് ഇപ്പൊ പേ ചെയ്യുമ്പോൾ ഇപ്പൊ എനിക്ക് ഈ വർഷം എന്ത് ചെയ്യാം, എക്സ്പെൻസ് ആയിട്ട് എടുക്കാം. അടുത്ത ഇമ്പോർട്ടന്റ് അത് പ്രാക്ടിക്കലി ഇമ്പോർട്ടന്റ് ആയ സാധനമാണ് എമൗണ്ട് പേബിൾ ടു MSME. മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസിന് വല്ല പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ അത് കറക്റ്റ് ഡ്യൂ ഡേറ്റിനുള്ളിൽ തന്നെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ എമൗണ്ട് പേബിൾ ബൈ SSE ടു എ മൈക്രോ സ്മോൾ എന്റർപ്രൈസ് ബിയോണ്ട് ദി ടൈം ലിമിറ്റ് സ്പെസിഫൈഡ് ഇൻ MSMD is allowed as deduction only in payment of previous of payment. അതായത് MSME ആക്ട് പ്രകാരം എന്താ പറയാ, ടൈം ലിമിറ്റിന് ശേഷമാണ് നിങ്ങൾ പേയ്മെന്റ് അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പേ ചെയ്യുന്ന പ്രീവിയസ് ഇയറിൽ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ ഡ്യൂ ആയ വർഷം എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ പേയ്മെന്റ് കൊടുക്കണം ടു ആരും MSMEക്കുള്ള പേയ്മെന്റ്സ്. MSME Act mandates payment of goods or services to supplier up to as per written agreement which can be maximum 45 days if there is no agreement within 15 days. അതായത് MSME Act പ്രകാരം പറയുന്ന പേയ്മെന്റ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടൺ അഗ്രിമെന്റ് ഉണ്ട്, നിങ്ങൾ തമ്മിൽ കോൺട്രാക്ട് ഉള്ള കേസ് ആണെങ്കിൽ അഗ്രിമെന്റിൽ 45 ഡേയ്സ് വരെ പേയ്മെന്റ് ഡ്യൂ ഡേറ്റ് വെക്കാം. 45 ദിവസത്തിനുള്ളിൽ പേ ചെയ്താൽ മതിയാണ്. ബട്ട് ഇഫ് ദർ ഈസ് നോ റിട്ടൺ അഗ്രിമെന്റ് ദെൻ പേയ്മെന്റ് എത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം, 15 ഡേയ്സിനുള്ളിൽ ചെയ്യാം. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ആ വർഷം എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിറ്റത്തെ വർഷമാണ് വരുന്നത്, എനിക്ക് പിറ്റത്തെ വർഷം യഥാർത്ഥത്തിൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. If amount paid within set period, deduction is allowed in the year of approval. If not, then deduction is allowed only in the year of payment, even if it is not paid on due date. അപ്പം ആ കറക്റ്റ് ആ ഡ്യൂ ഡേറ്റിനുള്ളിൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ആ ടൈം ലിമിറ്റിനുള്ളിൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർഷം തന്നെ നിങ്ങൾക്ക് അക്രൂവൽ ബേസിസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇനി അതല്ല അതിന് ശേഷമാണ് പേ ചെയ്യുന്നതെങ്കിൽ ഇയർ ഓഫ് പേയ്മെന്റിൽ നിങ്ങൾക്ക് ഡെഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇനി
ഇയർ ഓഫ് പേയ്മെന്റിൽ ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ABC ലിമിറ്റഡ് പർച്ചേസ്ഡ് ഗുഡ്സ് ഓഫ് 10,000 ഫ്രം ANCO. ANCO ഒന്ന് 10,000 ഒരു ഗുഡ്സ് വാങ്ങി. മൈക്രോ എന്റർപ്രൈസ് ആയിരുന്നു ANCO. 1/3/2026 വാങ്ങി. ആസ് പെർ റിട്ടേൺ അഗ്രിമെന്റ് ബിറ്റ്വീൻ ദം പേയ്മെന്റ് ഹാസ് ടു ബി മെയ്ഡ് ബൈ 5/4. ഇത് പേയ്മെന്റ് ചെയ്യേണ്ടത് ശരിക്കും 5/4 ചെയ്യണം. അപ്പൊ ചോദ്യം ഇതാണ്, 1/3/2026 എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ഇയർ അതാണ് 2025-26 ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, ആ ഫിനാൻഷ്യൽ ഇയർത്തെ പേയ്മെന്റ് ആണ്. ഓക്കെ, ഇതെന്താ കൊടുത്തത്? 5/4/2026 നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലാണ് കൊടുക്കുന്നത്. ബട്ട് വിത്തിൻ ലിമിറ്റ് ആണ്, അതായത് അവർ പറഞ്ഞ അഗ്രീഡ് ചെയ്തിട്ടുള്ള ലിമിറ്റിനുള്ള കൊടുക്കുന്നത്. അങ്ങനെ ഇതെന്ത് ചെയ്തു? 2/4/2026 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എനിക്കത് പ്രീവിയസ് ഇയർ 2025-26 തന്നെ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. കാരണം ഞാൻ വിത്തിൻ ടൈം ലിമിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? പേ ചെയ്തിട്ടുണ്ട്. ഇഫ് 20/4 പേ ചെയ്ത്, 2/4 20/4, അതായത് ആഫ്റ്റർ ഡ്യൂ ഡേറ്റ് ആണ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ് ഇസ് ബിയോണ്ട് ടൈം ലിമിറ്റ്, ഡിഡക്ഷൻ ഈസ് അലൗഡ് ഇൻ ഇയർ ഓഫ് പേയ്മെന്റ്, ദാറ്റ് ഈസ് 26-27. എനിക്കത് ആ പ്രീവിയസ് ഇയറിൽ എനിക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് യഥാർത്ഥത്തിൽ ഏത് വർഷത്തെ എക്സ്പെൻസാണ്? 25-26 എക്സ്പെൻസാണ്. എന്നാലും എനിക്ക് ഏത് വർഷം ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? 26-27 ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ വേറെ ചോദിക്കട്ടെ, അതായത് ഇങ്ങനെയാണെങ്കിലോ? ഇപ്പൊ ഇത് അങ്ങനെയാണെങ്കിൽ ചിന്തിക്കാം. നിങ്ങൾ ചിന്തിച്ചോന്നറിയില്ല ഞാൻ പറയുമ്പോൾ. അതായത് സെപ്റ്റംബർ 2025 പേയ്മെന്റാണ്. ഓക്കെ, ബട്ട് അത് ഇപ്പോൾ സെപ്റ്റംബർ 1 നടത്തിയത്, അത് ട്രാൻസാക്ഷൻ നടത്തിയത്. ഒക്ടോബർ 2 പേ ചെയ്യാം ആസ് പെർ ഇതനുസരിച്ചിട്ട്. ഞാൻ പേ ചെയ്തത് ഡിസംബർ 5. അങ്ങനെയാണെങ്കിൽ ഏത് വർഷം എനിക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുക? അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ഇത് നോക്കുകയാണെങ്കിൽ വിത്തിൻ ടൈം ലിമിറ്റ് ചെയ്തോ? ഇല്ല, ആഫ്റ്റർ ടൈം ലിമിറ്റ് ആണ് ചെയ്തത്. പക്ഷെ ചെയ്തത് ആ വർഷം തന്നെ അല്ലേ? വർഷം മാറിയിട്ടില്ലല്ലോ, സെയിം വർഷമല്ലേ? ഇവിടെ എന്താ പറഞ്ഞത്? അതായത് ഈ എമൗണ്ട് പെയ്ഡ് വിത്തിൻ സെറ്റ് പീരിയഡ്, ഡിഡക്ഷൻ ഈസ് അലൗഡ് ഇൻ ഇയർ ഓഫ് അക്രൂവൽ. അക്രൂ ചെയ്ത പീരിയഡ്, അതായത് എക്സ്പെൻസ് വന്ന പീരിയഡ് തന്നെ ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം. ഇഫ് നോട്ട്, ദെൻ ഡിഡക്ഷൻ ഈസ് ഓൺലി അലൗഡ് ഇൻ ഇയർ ഓഫ് പേയ്മെന്റ്. പേയ്മെന്റ് എപ്പോഴാണോ ചെയ്യുന്നത് ആ വർഷം എടുക്കാം. പേയ്മെന്റ് ചെയ്യുന്ന വർഷം ഏതാണ്? സെയിം വർഷമല്ലേ? അല്ലേ? അപ്പൊ സെയിം, അപ്പൊ പ്രശ്നമില്ല. അതായത് ആ ഫിനാൻഷ്യൽ ഇയറിന്റെ ഉള്ളിൽ തന്നെ പേയ്മെന്റ് വരികയാണെങ്കിൽ പ്രശ്നമില്ല. ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ടാണ് പേയ്മെന്റ് വരുമ്പോഴാണ് പ്രശ്നം വരിക. അത് ഈ മേലെ പറഞ്ഞ എക്സാമ്പിൾ പോലെ മനസ്സിലായോ? ഇവിടെ 1/3 ട്രാൻസാക്ഷൻ നടത്തി 5/4 ഡ്യൂ ഡേറ്റ്, 2/4 ചെയ്തു ആ വർഷം തന്നെ എടുക്കാം. 20/4 ചെയ്തു ആ വർഷം എടുക്കാൻ പറ്റില്ല, നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ എടുക്കാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്, ആ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഇഫ് ഇൻട്രസ്റ്റ് കൺവേർട്ടഡ് ഇൻ ടു ലോൺ, ചില കേസിൽ ഇൻട്രസ്റ്റ് ലോൺ ആക്കി മാറ്റും അല്ലെ? കുറെ ഇൻട്രസ്റ്റ് കുമുലേറ്റ് ആകുമ്പോൾ ലോൺ ആക്കി ബോറോയിങ്സ് ഡിബെഞ്ചേഴ്സ് മാറ്റുകയാണെങ്കിൽ ദെൻ കൺവേർഷൻ കനോട്ട് ബി ട്രീറ്റഡ് സെയിം. ആ ഇൻട്രസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നത് പേയ്മെന്റ് അല്ലല്ലോ. ആ ഇൻട്രസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നത് പേയ്മെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് ആക്ച്വലി ക്യാഷ് കൊടുത്ത് പേ ചെയ്താൽ മാത്രമേ അത് പേയ്മെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂ. പിന്നെ അതിന്റെ ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം? ഡിഡക്ഷൻ ആക്കി എടുക്കാം. ഇപ്പൊ ആ ഇൻട്രസ്റ്റ് ലോൺ ആക്കി മാറ്റി അതിന്റെ ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ അത് ഇൻട്രസ്റ്റ് പെയ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം, ഡിഡക്ഷൻ എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് സെയിൽ കൺസിഡറേഷൻ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അതായത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഞാൻ സ്റ്റോക്ക് ആയിട്ട് വെച്ചതായിരുന്നു. അപ്പൊ അതിന്റെ സെയിൽ കൺസിഡറേഷൻ കിട്ടുമ്പോൾ അതിന് എങ്ങനെയാണ് അതിന്റെ എന്താ പറയുക, ഏതെടുക്കേണ്ട സെയിൽ കൺസിഡറേഷൻ ആയിട്ട്? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണോ അതോ യഥാർത്ഥത്തിൽ സെയിൽ കൺസിഡറേഷൻ? അപ്പൊ ഇവിടെ പറയുന്നത് സെയിൽ കൺസിഡറേഷൻ ഇസ് ഈക്വൽ ടു വിൽ ബി ട്രീറ്റഡ് ആസ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓർ സെയിൽ പ്രൈസ് വിച്ച് ഈസ് ഹയർ. ഇത് ക്യാപിറ്റൽ ഗെയിൻ അല്ല കേട്ടോ, ക്യാപിറ്റൽ ഗെയിൻ അല്ല, സ്റ്റോക്ക് ഇൻ ട്രേഡ്, അതായത് സ്റ്റോക്ക് ആയിട്ട് വെച്ചിരുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്, അസറ്റ് ആയിട്ട് വെച്ചതല്ല. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓഫ് സെയിൽ പ്രൈസ് വിച്ച് ഈസ് ഹയർ എനിക്ക് എന്തായിട്ട് എടുക്കാം? സെയിൽ കൺസിഡറേഷൻ ആയിട്ട് എടുക്കാം. ഇനി ഒരു നോട്ട് ഉണ്ട്, അതായത് പറഞ്ഞത് വെച്ചാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഇസ് അപ് ടു 10% ഓഫ് സെയിൽ പ്രൈസ്. ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ പ്രൈസിന്റെ 110% ഉള്ളിലാണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഇസ് നോട്ട് മച്ച് ഹൈ, അത്ര വലിയ ഡിഫറൻസ് ഇല്ല. അത് സെയിൽ പ്രൈസും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂയും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല, ദർ ഇസ് നോ ഡിഫറൻസസ്. അങ്ങനെ വലിയ 110% ഉള്ളിൽ, അതായത് 10% ഡിഫറൻസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ദെൻ സെയിൽ കൺസിഡറേഷൻ വിൽ ബി ട്രീറ്റഡ് ആസ് സെയിൽ പ്രൈസ് എന്ന് എടുത്താൽ മതി, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കണ്ട. സത്യം പറഞ്ഞാൽ ഹയർ എടുക്കണ്ടേ, ബട്ട് ഈ കേസിൽ ഹയർ എടുക്കണം. 110% ഉള്ളിലാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ വരുന്നതെന്നുണ്ടെങ്കിൽ സെയിൽ പ്രൈസ് തന്നെ വിൽ ബി കൺസിഡർഡ് ആസ് സെയിൽ കൺസിഡറേഷൻ. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ല. 110 മുകളിലാണല്ലോ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ വരുന്നത്, ദെൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ വിൽ ബി കൺസിഡർഡ് ആസ് സെയിൽ കൺസിഡറേഷൻ. അപ്പൊ അടുത്തൊരു ഡൗട്ട് വന്ന്, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഏത് ഡേറ്റിൽ എടുക്കണ്ടേ? എഗ്രിമെന്റ് ഡേറ്റിലാണോ പേയ്മെന്റ് ഡേറ്റ്, രജിസ്ട്രേഷൻ ചെയ്യുന്ന ഡേറ്റിലാണോ? രണ്ട് ഡേറ്റ് ഉണ്ടാവല്ലോ. എഗ്രി ചെയ്ത ഡേറ്റ് ഉണ്ടാവും ഒരു തമ്മിൽ വിൽക്കാൻ വേണ്ടിയിട്ട്, രജിസ്ട്രേഷൻ ചെയ്ത വേറെ ഡേറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തെടുക്കും? അവർ പറയാണ് ഈ പാർട്ട് ഓർ ഓൾ കൺസിഡറേഷൻ ഇസ് റിസീവ്ഡ് ബൈ അക്കൗണ്ട് പേ ചെക്ക് ഓർ DD ഓർ സംതിങ് ഓൺ ഓർ ബിഫോർ ദി ഡേറ്റ് ഓഫ് എഗ്രിമെന്റ്. എഗ്രിമെന്റിന്റെ മുന്നേ തന്നെ ചെറിയൊരു പാർട്ട് പേയ്മെന്റ്, ഒരു കൺസിഡറേഷൻ കിട്ടിയിരിക്കണമെങ്കിൽ അത് അക്കൗണ്ട് പേ ചെക്ക് ആണ്, ക്യാഷ് അല്ലട്ടാ, നോ ക്യാഷ്. ഓക്കെ, അക്കൗണ്ട് പേ ചെക്ക് ആയിട്ടോ ബാങ്കിലൂടെ നിങ്ങൾക്ക് ഓൾറെഡി ചെറിയൊരു എമൗണ്ട് ബിഫോർ എന്താ പറയാ എഗ്രിമെന്റ് മുന്നേ തന്നെ കിട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് എഗ്രിമെന്റത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുത്താൽ മതി. അല്ലാത്ത പക്ഷമാണെങ്കിൽ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷനത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കും. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ മാറിക്കൊണ്ടിരിക്കും, പല ദിവസം പലതായിരിക്കും ചിലപ്പോൾ. എഗ്രിമെന്റ് ഡേറ്റ് സെപ്പറേറ്റും രജിസ്ട്രേഷൻ ഡേറ്റ് സെപ്പറേറ്റ് ആണെങ്കിൽ എഗ്രിമെന്റ് ഡേറ്റിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണ് എടുക്കണം. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കണ്ടേ? അത് എടുക്കാൻ വേണ്ടിയിട്ട് എഗ്രിമെന്റ് ഡേറ്റിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കാം. എപ്പോ? ഇഫ് സെയിൽ കൺസിഡർ ഈ പാർട്ട് ഓഫ് ദി ചെറിയൊരു എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി എനിക്ക് കിട്ടിയിട്ടുണ്ട് മുന്നേ. ഞാൻ അങ്ങനല്ലാന്നുണ്ടെങ്കിൽ അതർ കേസ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ രജിസ്ട്രേഷൻ, അതായത്
ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്താണോ ആ ദിവസത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കുക. ഓക്കെ, ഇറ്റ്സ് നോട്ട് മച്ച് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്നില്ല. നെക്സ്റ്റ് 44A. 44A ഇനിയിപ്പോ നമ്മളെ ഡിഡക്ഷൻ ആ കേസൊക്കെ പറഞ്ഞ് ഇനിയിപ്പോ അതർ ഇതിലോട്ട് പോവാണ്. ഡിഡക്ഷൻ ഡിസലവൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 44A പറയുന്നത് ബുക്സ് മെയിൻ്റെനൻസിന്റെ, അതായത് നമ്മൾ അക്കൗണ്ട്സ് ഇല്ലേ, അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണോ വേണ്ടേ എന്നുള്ള ഡൗട്ടാണ്. വെദർ ഐ നീഡ് ടു മെയിൻറ്റെയിൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണോ വേണ്ടേ. ഒരു പറയാണ് നോട്ടിഫൈഡ് പ്രൊഫഷൻസ് വരുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, താഴെ പറഞ്ഞ രീതിയിൽ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ആരൊക്കെയാണ്, ലീഗലി, മെഡിക്കൽ എഞ്ചിനീയർ, ആർക്കിടെക്ട്, അക്കൗണ്ടിംഗ്, ടെക്നിക്കൽ കൺസൾട്ടൻസി, ഇന്റീരിയർ ഡെക്കറേഷൻ, ഫിലിം ആർട്ടിസ്റ്റ്, കമ്പനി സെക്രട്ടറി, IT പ്രൊഫഷണൽ. ഈ പറഞ്ഞ ആൾക്കാർ ഈ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇഫ് അയാളുടെ ഗ്രോസ് റിസീറ്റ്സ് 1,50,000 ഗ്രോസ് റിസീറ്റ്സ് ആണ് 1,50,000 കൂടുതലുണ്ട് ഇൻ ഓൾ പ്രിസീഡിംഗ് പ്രീവിയസ് ഇയർ. കഴിഞ്ഞ 3 പ്രീസീഡിംഗ് പ്രീവിയസ് ഇയറിൽ അയാളുടെ ഗ്രോസ് റിസീറ്റ്സ്, പ്രോഫിറ്റ് അല്ല, ഗ്രോസ് റിസീറ്റ്സ് 1,50,000 മുകളിലുണ്ട്, അല്ലെങ്കിൽ ലൈക്ലി ടു എക്സീഡ് ഇൻ കറന്റ് പ്രീവിയസ് ഇയർ. ഈ വർഷം എക്സീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുകയാണ്, ലൈക്ലി ആണ്, ചാൻസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ പ്രിസ്ക്രൈബ്ഡ് ഗുഡ്സ്. അറ്റ്ലീസ്റ്റ് താഴെ പറഞ്ഞ ഐറ്റംസ് എങ്കിലും എന്ത് ചെയ്യണം, പ്രിസ്ക്രൈബ്, അത്രയും സാധനങ്ങൾ എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. ക്യാഷ് ബുക്ക്, ജേർണൽ, ലെഡ്ജർ, കാർബൺ കോപ്പീസ് ഓഫ് ബിൽ എക്സീഡിംഗ് ₹25, ഡെയിലി കേസ് രജിസ്റ്റർ ആൻഡ് സ്റ്റോക്ക് രജിസ്റ്റർ. ഇത്രയും കണ്ടന്റ്സ്, ഇത്രയും ബുക്സ് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇഫ് കഴിഞ്ഞ 3 വർഷത്തിൽ എവിടെയെങ്കിലും ഈ ഗ്രോസ് റിസീറ്റ് 1,50,000 എക്സീഡ് ചെയ്തിട്ടുണ്ട്, കറണ്ട് ഇയറിൽ എക്സീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, വേറെ ഏത് കേസ് ആണെങ്കിലും മെയിൻറ്റെയിൻ സച്ച് ബുക്സ് വിച്ച് വുഡ് എനേബിൾ ടു കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം. മറ്റ് കേസ് ആണെങ്കിൽ ഇത്രയും വേണമെന്നില്ല, ഒരു എന്താ പറയാ, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ പാകത്തിന് അസസിംഗ് ഓഫീസറിന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡാറ്റ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടായാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് എനി അതർ ബിസിനസ്. ഈ നോട്ടിഫൈഡ് കേസ് അല്ലാത്ത, നോട്ടിഫൈഡ് പ്രൊഫഷൻ അല്ലാത്ത വേറെ ഏത് ആൾക്കാർക്കുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻ്റെനൻസ് എങ്ങനെ നോക്കാം. ഇൻഡിവിജ്വൽ HUF ആണെങ്കിൽ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ടേൺ ഓവർ എക്സീഡ് 25 ലക്ഷം. അവരുടെ ടേൺ ഓവർ 25 ലക്ഷം എക്സീഡ് ചെയ്യാൻ ചാൻസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ PGEP ഇൻകം, പ്രോഫിറ്റ് എക്സീഡ് ചെയ്തിട്ടുണ്ട്, എത്ര 2.5 lakhs PGEP എക്സീഡ് ചെയ്തിട്ടുണ്ട്. ഇൻ എനി ഓഫ് ദി വൺ ഓഫ് ദി 3 പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ. കഴിഞ്ഞ 3 വർഷത്തെ പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും ഒരു വർഷം ഇങ്ങനെ സംഭവിച്ചാൽ മതിട്ടാ. എല്ലാ വർഷവും വേണമെന്നില്ല. കഴിഞ്ഞ 3 വർഷത്തിൽ ഏതെങ്കിലും ഒരു വർഷം നിങ്ങളുടെ ടേൺ ഓവർ 25 ലക്ഷം എക്സീഡ് ആയി, അല്ലെങ്കിൽ PGEP ഇൻകം 2.5 lakhs എക്സീഡ് ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി നോട്ട് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ, അല്ലാത്ത കേസാണെങ്കിൽ എന്ത് ചെയ്യേണ്ട, മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതർ പേഴ്സൺ, ഇൻഡിവിജ്വൽ HUF അല്ലാതെ, അത് ആരൊക്കെ ആവാം, ഫേം ആവാം, LLP ആവാം, കമ്പനി ആവാം, ഇങ്ങനെയുള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇഫ് ടേൺ ഓവർ എക്സീഡ്സ് 10 lakh, 10 lakh എക്സീഡ്, ഇവിടെ 25 ആയിരുന്നു, 10 lakh എക്സീഡ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. PGEP 1.2 lakhs എക്സീഡ് ചെയ്താൽ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇഫ് എനി ഓഫ് വൺ ഓഫ് ദി 3, കഴിഞ്ഞ 3 വർഷത്തിൽ ഏതെങ്കിലും ഒരു വർഷം. ഓക്കെ, അതർ കേസ് ആണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം. എത്ര വർഷം മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ, ഒരു വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എത്ര വർഷം മെയിൻറ്റെയിൻ ചെയ്യണം, 6 വർഷം. ഫ്രം ദി എൻഡ് ഓഫ് അസസ്മെന്റ് ഇയർ ആണ്, ഫ്രം ദി എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ അല്ല. 2024-25 ഫിനാൻഷ്യൽ ഇയറിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എവിടെ തൊട്ടാ, 2025-26 തൊട്ട് പ്ലസ് 6 years, 6 വർഷം. അസസ്മെന്റ് ഇയറിന് 6 വർഷമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് 44AB ടാക്സ് ഓഡിറ്റ്. നമ്മളെ ട്രെയിനിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ മെയിൻ സാധനം ടാക്സ് ഓഡിറ്റ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ടാക്സ് ഓഡിറ്റ് എപ്പോഴാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ടത്, ഇൻകം ടാക്സ് ഓഡിറ്റ്. ഇൻകം ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ടത് ആര്, ഇൻകം ടാക്സ് ഓഡിറ്റ് ആര് നല്ല എപ്പോഴാണ് ചെയ്യേണ്ടത്. ഇൻകം ടാക്സ് ഓഡിറ്റ് ഈസ് കമ്പൾസറി ഇൻ ഫോളോയിങ് കേസസ്. താഴെ പറഞ്ഞ കേസിലോട്ട് വരികയാണെങ്കിൽ ഇൻകം ടാക്സ് ഓഡിറ്റ് മാൻഡേറ്ററി ആണ്. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടേൺ ഓവർ 1 കോടി എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രീവിയസ് ഇയറിൽ നിങ്ങളുടെ ടേൺ ഓവർ 1 കോടി എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ടാക്സ് ഓഡിറ്റ് ചെയ്യാന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഹവർ ലിമിറ്റ് വിൽ ബി 10 crore, അതായത് 1 കോടിയല്ല 10 കോടിയായി മാറും. ഇഫ് അഗ്രിഗേറ്റ് എമൗണ്ട് റിസീവ്ഡ് ഫോർ സെയിൽസ് ഡ്യൂറിംഗ് പ്രീവിയസ് ഇയർ ഇൻ ക്യാഷ് വേർ ചെക്ക് ക്രോസ് ചെക്ക് ഡസ് നോട്ട് എക്സീഡ് 5%. അതായത് ക്യാഷ് ഡീലിംഗ്സ്, ആ വർഷത്തെ ക്യാഷ് ഡീലിംഗ്സ് 5% കുറവാണെങ്കിൽ, എമൗണ്ട് റിസീവ്ഡ് ആണ് സെയിൽസ്, അതായത് ക്യാഷ് ഡീലിംഗ്സ് ടോട്ടൽ നിങ്ങൾ എമൗണ്ട് റിസീവ് ചെയ്ത, അപ്പം 5 കോടി ടോട്ടൽ സെയിൽസ്, അതിന്റെ 5% താഴെ റിസീവ് ചെയ്തിട്ടുള്ളത് എന്താ പറയാ, 5% താഴെ ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുള്ളൂ. അതായത് ക്യാഷ് ട്രാൻസാക്ഷൻസ് തീരെയില്ല, ഡസ് നോട്ട് എക്സീഡ് 5%. ക്യാഷ് വേറെ ചെക്ക് ക്രോസ് ചെക്ക് ആയിട്ട്, അതായത് ക്യാഷ് ഡീലിംഗ്സ് ആയിട്ട് 5% താഴെ വന്നിട്ടുള്ളൂ എന്ന് വെച്ചാൽ 10 കോടി ലിമിറ്റ് ആയിട്ട് മാറും. അതായത് 10 കോടി ക്രോസ് ചെയ്താൽ മാത്രം എന്ത് ചെയ്താൽ മതി, ടാക്സ് ഓഡിറ്റ് ചെയ്താൽ മതി. വലിയ ബെനിഫിറ്റ് അല്ലേ. അത് ഫുള്ളി ബാങ്ക് ത്രൂ നടക്കുന്ന ഒരു സ്ഥാപനമാണ്. ക്യാഷ് ആയിട്ട് ഒരു ഡീലിംഗ്സ് ഇല്ലാത്ത സ്ഥാപനമാണെങ്കിൽ അവർ ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. 10 കോടി എക്സീഡ് ചെയ്താൽ മാത്രം ടാക്സ് ഓഡിറ്റ് ചെയ്താൽ മതി. ആ പേയ്മെന്റ് ഉണ്ട് കേട്ടോ, റിസീവ്ഡ് മാത്രമല്ല പേയ്മെന്റ് ഉണ്ട്. നിങ്ങൾ ചെയ്ത പേയ്മെന്റും 5% താഴെ ഉണ്ടു. ക്യാഷ് ആയിട്ടുള്ള പേയ്മെന്റ് എത്രയുള്ളൂ, 5%, നോട്ട് എക്സീഡിങ് 5% ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യം, എന്ത് ടാക്സ് കൊടുത്ത് എപ്പോൾ ചെയ്താൽ മതി, 10 കോടി എക്സീഡ് ചെയ്താൽ ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം 1 കോടി എക്സീഡ് ചെയ്താൽ ചെയ്യണം. ദിസ് ഈസ് എ ഹ്യൂജ് ഹിറ്റ് മാൻ, ഹ്യൂജ് ഇമ്പാക്ട് ഉള്ള സാധനമാണിത്. ടോട്ടൽ ക്യാഷ് ഡീലിംഗ്സ് 5% താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ 10 കോടി എക്സീഡ് ചെയ്താൽ മാത്രം എന്ത് ചെയ്താൽ മതി, ടാക്സ് ഓഡിറ്റ് ചെയ്താൽ മതി.
ഇനി ഇൻ കേസ് ഓഫ് പ്രൊഫഷൻ ആണെങ്കിലോ, പ്രൊഫഷനിൽ 1 കോടി അല്ല 50 ലക്ഷം പറയുന്നത്. ഇഫ് ഗ്രോസ് റിസീവ്സ് 50 ലക്ഷം എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ടാക്സ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇൻ കേസ് ഓഫ് പ്രൊഫഷൻ, അതായത് മെഡിസിൻസ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കോസ്റ്റ് അക്കൗണ്ടൻസ്, ഇവരൊക്കെ എന്ത് ചെയ്യണം? എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ട്സ് 50 ലാക്ക് ക്രോസ് ചെയ്താൽ തന്നെ, ഗ്രോസ് റിസീറ്റ്സ് 50 ലാക്സ് ക്രോസ് ചെയ്താൽ തന്നെ ടാക്സ് ഓഡിറ്റ് ചെയ്തിരിക്കണം. ഇനി ഈ അസസി കവേർഡ് ഉണ്ട് 44 AD ആൻഡ് AD എന്താ? നമ്മളെ പ്രിസംപ്റ്റീവ് ടാക്സേഷനിൽ കവർ ചെയ്യുന്ന ആൾക്കാരാണ്, അവിടെ വരുന്ന ആൾക്കാരാണ്. ആൻഡ് അസസി ക്ലെയിംസ് ഇൻകം ലെസ് ദാൻ 8%, 6%, 50%. 44 AD ലിമിറ്റ് കുറഞ്ഞിട്ടാണ് നിങ്ങൾ ഇൻകം കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദെൻ ഓൾസോ എന്ത് ചെയ്യണം? ആൻഡ് ടോട്ടൽ ഇൻകം ഈസ് ബേസിക് എക്സംഷൻ ലിമിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ, അതായത് 2 ലക്ഷത്തിന് മുകളിലാണ് നമ്മളെ ഇൻകം വരുന്നത്, ആൻഡ് 8% താഴെ, അല്ലെങ്കിൽ 6% താഴെ, അല്ലെങ്കിൽ 50% താഴെയാണ്, പ്രിസംപ്റ്റീവ് ഇൻകത്തിനേക്കാളും താഴെയാണ് നിങ്ങൾക്ക് ഇൻകം ഡിക്ലെയർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ടാക്സ് ഓഡിറ്റ്. അപ്പൊ ഞാൻ 44 AD എടുക്കാൻ പറ്റുന്ന ആളാണ്, ബട്ട് ഞാനത് എടുക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനേക്കാളും ഇൻകം കുറച്ച് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ഐ നീഡ് ടു ബി ഓഡിറ്റ്, ഞാൻ ഓഡിറ്റ് ചെയ്തിരിക്കണം, എന്നെ ഓഡിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ. ഇപ്പൊ അസസി കവേർഡ് ബൈ സെക്ഷൻ 44A, അതും പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ആണ്. അസസി ക്ലെയിംസ് ഇൻകം ലെസ് ദാൻ പ്രോഫിറ്റ് ഡീംഡ് അണ്ടർ ദിസ് സെക്ഷൻ. 44A കാണിക്കുന്നതിനേക്കാളും ഇൻകം കുറച്ച് കാണിക്കണം എന്നാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ യൂണിറ്റ് ബി ടാക്സ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ 44 AD എടുക്കാൻ പറ്റും, ബട്ട് ഞാൻ എടുക്കുന്നില്ല. കാരണം എന്താ? അവിടെ ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്, ആ ലിമിറ്റ് ഇൻകം നിർബന്ധമായിട്ട് കാണിക്കണ്ടേ. ബട്ട് അതിനേക്കാളും ഇൻകം കുറച്ച് കാണിച്ചാൽ മതി എനിക്ക്, അതിനെക്കാട്ടി കുറച്ച് ഇൻകം കാണിച്ചാൽ മതി എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ ടാക്സ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. 44A കേസിൽ അതുപോലെ തന്നെ. ഇനി ഓഡിറ്റ് ആർക്ക് ചെയ്യാൻ പറ്റുള്ളൂ? ചാർട്ടേഡ് അക്കൗണ്ട് മാത്രമേ ഇൻകം ടാക്സ് ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആരും ചെയ്യാൻ പറ്റില്ല. ഏത് ഫോമിലാണ് സബ്മിറ്റ് ചെയ്യുക? ഫോം 3CA, 3CB എന്നുള്ള 3CD 3 ഫോം ഉണ്ട്. പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ പഠിക്കും 3CA എന്താ, 3CB എന്താ, 3CD എന്താ. അപ്പൊ 3CA, 3CB, 3CD ഫോമിലാണ് നമ്മൾ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുക. ഇതിന്റെ ഡ്യൂ ഡേറ്റ് എപ്പോഴാണ് ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ടത്? 1 month പ്രയർ ടു ദി ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് റിട്ടേൺ ഓഫ് ഇൻകം. റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്നതിന്റെ 1 മാസം മുമ്പാണ് എന്ത് ചെയ്യേണ്ടത്? 1 മാസം പ്രയർ ആണ്. അപ്പൊ ആദ്യം ഫയൽ ചെയ്യേണ്ടത് ITR ആണോ ഓർ ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടാണോ? ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടാണ് ആദ്യം ഫയൽ ചെയ്യേണ്ടത്. ഇപ്പൊ നോർമൽ ടാക്സ് ഓഡിറ്റ് ആണെങ്കിൽ 31st October ഓഫ് അസസ്മെന്റ് ഇയർ ഫയലിംഗ്. നമ്മളെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് 30th September. റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് 31st October. ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് ഫോം 3CA, 3CB, 3CD ഫയൽ ചെയ്യേണ്ടത് 30th September. ട്രാൻസ്ഫർ പ്രൈസിംഗ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള കേസ് ആണെങ്കിൽ, ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്താണെന്ന് ഫൈനൽ പഠിക്കുക. ട്രാൻസ്ഫർ പ്രൈസിംഗ് കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള കേസ് ആണെങ്കിൽ 30th November ആണ് റിട്ടേൺ ഓഫ് ഫയലിംഗിന്റെ ഡ്യൂ ഡേറ്റ്. അതിന്റെ 1 month പ്രയർ, അതായത് 31st October ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നത്. ബാക്കി എല്ലാ കേസിലും 31st July ആണ് റിട്ടേൺ ഓഫ് ഇൻകത്തിന്റെ ഡേറ്റ്. അവർക്ക് ടാക്സ് ഓഡിറ്റ് ഇല്ലാത്ത കേസ് ആണെങ്കിൽ 31st July ആണ് നമ്മളെ ഡേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. ഓക്കെ. സോ ഇതാണ് നമ്മളെ 44AB കുറിച്ച് പറയാനുള്ളത്. ആൻഡ് പിന്നെ ഉള്ളത് 44 AD, ADA ആൻഡ് AE. ലാസ്റ്റ് ഏരിയ ആണ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയാ ചാപ്റ്റർ PGVP ഈസ് ഡൺ ആൻഡ് ടെസ്റ്റഡ്. നമുക്ക് നോക്കാം 44 AD എന്താ നോക്കാം. 44 AD ആർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുക? എലിജിബിൾ ആയിട്ടുള്ള അസസ് ആരൊക്കെയാണ്? ഒന്നുകിൽ ഇൻഡിവിജ്വൽ, HUF, ഫേം. LLPക്ക് പറ്റൂല. ഇൻഡിവിജ്വലിന് എടുക്കാം, HUFന് എടുക്കാം, ഫേമിന് എടുക്കാം. ഏത് 44 AD എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സിമ്പിൾ, അതായത് ഒന്ന് സ്കീമാന്ന് പറയാം. നമ്മളെ GST കോമ്പോസിഷൻ സ്കീം എന്നൊക്കെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ സ്കീം, ഒരു സ്കീമാണ് ആക്ച്വലി. അപ്പൊ ഇത് എൻഗേജ് ഇൻ എനി ബിസിനസ്, ഏത് ബിസിനസ്സിലുള്ളവർക്കും ഈ പറഞ്ഞ 44 AD ഓപ്റ്റ് ചെയ്യാം. പക്ഷെ താഴെ പറഞ്ഞ ആൾക്കാർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആരൊക്കെയാ? നോട്ടിഫൈഡ് പ്രൊഫഷൻസ്, മേലെ പറഞ്ഞ നോട്ടിഫൈഡ് പ്രൊഫഷൻസ് ഇല്ല, നമ്മൾ പറഞ്ഞ ആർക്കിടെക്ട്, അത് ഇതൊക്കെ. ദെൻ 44AE ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ, കമ്മീഷൻ ബിസിനസ്, ഏജൻസി ബിസിനസ്, ഇതിൽ ചെയ്യുന്ന ആൾക്കാർക്ക് 44 AD ഓപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഇനി ഇത് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ എനി ബിസിനസ് ഹൂസ് ടോട്ടൽ ടേൺ ഓവർ ഗ്രോസ് റിസീറ്റ്സ് ഈസ് അപ് ടു 2 crore എന്ന ഫിനാൻഷ്യൽ ഇയർ. ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, പ്രീവിയസ് ഇയറിൽ 2 കോടിക്ക് താഴെ ടേൺ ഓവർ വരുന്നവർക്ക് മാത്രമേ 44 AD ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇഫ് അഗ്രിഗേറ്റ് റിസീറ്റ്സ് ഇൻ ക്യാഷ് ദർ ഗ്രോസ് ഈസ് അപ് ടു 5% ഓഫ് ടോട്ടൽ ടേൺ ഓവർ ദെൻ ലിമിറ്റ് ഈസ് വിൽ ബി 3 crore. അതായത് നിങ്ങൾ ഫുൾ ക്യാഷ് ഡീലിംഗ്സ് ചെയ്യുന്ന ആളാണെങ്കിൽ 5% താഴെ മാത്രമേ ക്യാഷ് ഡീലിംഗ്സ് വരുന്നുള്ളൂ, ക്യാഷ് പേയ്മെന്റ് റിസീറ്റ്സ് ഒക്കെ വരുന്നുള്ളൂ വെച്ചാൽ ഈ 2 കോടി എന്നുള്ളിടത്ത് അത് 3 കോടിയായി മാറും. 3 കോടി വരെ പ്രിസംപ്റ്റീവ് ഓപ്റ്റ് ചെയ്യാം. അതായത് 2 കോടിന്റെ താഴെയാണ് എന്റെ ടേൺ ഓവർ എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഓപ്റ്റ് ഏത് ഓപ്റ്റ് ചെയ്യാം? പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എനിക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നോട്ടിഫൈഡ് പ്രൊഫഷൻകാർക്ക് 44 AD പറ്റില്ല കേട്ടോ, അവർക്ക് 44 AD ആയി പോകാം. ഓക്കെ. ഇപ്പൊ നോട്ടിഫൈഡ് പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാർ, 44A ബിസിനസ്സിലുള്ള ആൾക്കാർ, കമ്മീഷൻ നോക്കി, കമ്മീഷനാണ് എന്റെ, കമ്മീഷൻ ബേസ്ഡാണ് എന്റെ ബിസിനസ് ഇൻകം എന്നുണ്ടെങ്കിൽ എനിക്ക് 44 AD പ്രിസംപ്റ്റീവ് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏജൻസി ബിസിനസ്, ഏജന്റ് ആണ് ഞാൻ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 44 AD ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഓപ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ 2 കോടിക്ക് താഴെ ടേൺ ഓവർ വരണം. ഫുൾ ക്യാഷ് ഡീലിംഗ്സ് ആണെങ്കിൽ 3 crore താഴെ വന്ന് എനിക്ക് എന്ത് ചെയ്യാൻ ഓപ്റ്റ് ചെയ്യാം. ഇനി ഇതിന് ഇൻകം ആയിട്ട് എന്താ ട്രീറ്റ് ചെയ്യാം? അപ്പൊ സാധാരണ PGP നമ്മൾ ഇൻകം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അല്ലേ, P&L ഉണ്ടാക്കി പ്രോഫിറ്റ്. പക്ഷെ 44 AD അത് പ്രിസംപ്റ്റീവ് സ്കീമാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ എന്താ പറയാ P&L ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർ പറയുന്ന ഫിക്സ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് വിൽ ബി കൺസിഡർഡ് ആസ് PGP ഇൻകം. നോക്കാം. ഇഫ് ടേൺ ഓവർ റിസീവ്ഡ് ഇൻ അക്കൗണ്ട് ബേസ് ചെക്ക്,
അതായത് ഫുള്ളി ബാങ്ക് ത്രൂ ട്രാൻസാക്ഷൻ ആണെങ്കിൽ, ഫുള്ളി ടേൺ ഓവർ കംപ്ലീറ്റ്ലി റിസീവ് ചെയ്യുന്നത് ബാങ്ക് ത്രൂ ആണെങ്കിൽ ആ ടേൺ ഓവറിന്റെ 6% ഞാൻ ഇൻകം ആയിട്ട് കാണിച്ചാൽ മതി. സോ മൈ ഇൻകം വിൽ ബി 6%. ഇനി അതർ കേസ് ആണെങ്കിൽ, അതായത് ക്യാഷ് ആയിട്ടൊക്കെ റിസീവ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ 8% എന്റെ ഇൻകം ആയിട്ട് കാണിച്ചാൽ മതി. ടോട്ടൽ ടേൺ ഓവറിന്റെ എത്രയാണോ എന്റെ ടേൺ ഓവർ അതിന്റെ 8%. അപ്പം ഒരു ഡൗട്ട് വരാം, സാറേ എനിക്ക് ഇതിനേക്കാളും കുറച്ച് കാണിക്കണം, അതായത് യഥാർത്ഥത്തിൽ എന്റെ ഞാൻ പി ആൻഡിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ ഇതിനെക്കാട്ടി കുറച്ച് എന്താ വരുന്നുള്ളൂ, പ്രോഫിറ്റ് വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 44AD എടുക്കണ്ട, പകരം നിങ്ങൾ എന്ത് ചെയ്യണം, നോർമലായിട്ട് എടുക്കാം, നോർമലായിട്ട് ചെയ്യാം. ബട്ട് യു നീഡ് ടു ബി ടാക്സ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് പ്രിസംപ്റ്റീവ് എടുക്കാൻ പറ്റുന്ന ആളാണ്, കവേർഡ് ആണ്, ബട്ട് ഞാൻ എടുക്കുന്നില്ല. കാരണം എന്താ, ഇൻകം ക്ലെയിമിംഗ് ഇസ് ലെസ് ദാൻ 8% 6%. 8%, 6%കാട്ടി കുറവായിട്ടാണ് എനിക്ക് ഇൻകം കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 44AB അനുസരിച്ചിട്ട് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ദർ ഇസ് ആൻ ഓപ്ഷൻ 44AD. നിങ്ങൾക്ക് അത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ടാക്സ് ഓഡിറ്റ് ചെയ്യണം. അതിനെക്കാട്ടി കുറച്ച് കാണിക്കാനുള്ള അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനെക്കാട്ടി എന്താ പറയാ, അല്ലെങ്കിൽ സ്വമേധയെ വേണ്ടാന്ന് വെക്കാൻ പറ്റും, വേണ്ടാന്ന് വെക്കാം, 44AD വേണ്ടാന്ന് വെക്കാം. ബട്ട് ഞാൻ വേണ്ടാന്ന് വെക്കുന്നത് ഇതിനെക്കാട്ടി ഇൻകം കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഓഡിറ്റ് ചെയ്തിട്ട് വേണം വേണമെന്നൊക്കെ. ഇനി ഇതിലൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൻകം ആദ്യം കാണിക്കാൻ പറ്റില്ല, എക്സ്പെൻസ് ഒന്നും പറ്റില്ല. നോ ഡിഡക്ഷൻ ഓഫ് എനി എക്സ്പെൻഡിച്ചർ. നമ്മൾ 30 to 38 ഒരുപാട് എക്സ്പെൻസ് ആയിട്ട് പറഞ്ഞില്ലേ അല്ലെ? 40B അനുസരിച്ച് നമ്മളെ ഫേമിലുള്ള ഇൻട്രസ്റ്റ് റെമ്യൂണറേഷൻ കുറെ എക്സ്പെൻസുകൾ പറഞ്ഞില്ലേ? ഒരു എക്സ്പെൻസും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. യു ജസ്റ്റ് നീഡ് ടു ഡിക്ലെയർ ദ ഇൻകം ഡിക്ലെയർ ചെയ്യാൻ അതിന്റെ മുകളിൽ ടാക്സ് ഇറക്കുക. ഇൻകത്തുന്ന എക്സ്പെൻസ് കുറക്കുന്ന പരിപാടിയില്ല. ദാറ്റ് മീൻസ് ദിസ് വിൽ ബി ട്രീറ്റഡ് ആസ് പ്രോഫിറ്റ് എന്ന് പറയാം. ഈ 6% or 8% വിൽ ബി ട്രീറ്റഡ് ആസ് പ്രോഫിറ്റ് ഇറ്റ് സെൽഫ്. അത് പ്രോഫിറ്റ് ആണെന്ന് കണക്കൂട്ടു. ഇനി അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇഫ് അസസി ഓപ്റ്റ്സ് നോട്ട് റിക്വയർഡ്, അതായത് 44AD ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നീ നോട്ട് ബി മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ഇഫ് അസസി നോട്ട് ഓപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിക്വയർഡ് ടു എന്താ പറയാ, അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം ബെനിഫിറ്റ് എന്താ അതിന്റെ, അതായത് ഒന്ന്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും വേണ്ട, ഡയറക്റ്റ്ലി 6% or 8% ഇൻകം കാണിക്കുക, ടാക്സ് ഫയൽ ചെയ്ത് പോവുക. ദാറ്റ് മീൻസ് വേറെ ഒന്നും എക്സ്പെൻസിന്റെ കാര്യം ഒന്നും നോക്കണ്ട, ഈ പറഞ്ഞ ഇൻഎലിജിബിലിറ്റി അങ്ങനെ ഇത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും നോക്കണ്ട, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ചെയ്തു പോവാം. ഇനി അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് കേസിലും ഇവർക്ക് ഓൺലി ഒരു ഇൻസ്റ്റാൾമെന്റേ ഉള്ളൂ, 4 ഇൻസ്റ്റാൾമെന്റ് ഒന്നും ഇല്ല. ഒറ്റ ഇൻസ്റ്റാൾമെന്റ് 15th മാർച്ചിന് ഒറ്റ ഇൻസ്റ്റാൾമെന്റേ ഉള്ളൂ. റിട്ടേൺ ഓഫ് ഫയലിംഗ് ഡ്യൂ ഡേറ്റ് വരിക 31st ജൂലൈയിലാണ് ഇവരുടെ റിട്ടേൺ ഓഫ് ഫയലിംഗ് വരിക. ഓക്കെ, ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ അസസി ഡിക്ലെയർസ് ഇൻകം ഫോർ എനി പ്രീവിയസ് ഇയർ ആസ് പെർ സെക്ഷൻ 44AD ആൻഡ് he does not declare income for next 5 consecutive previous year as per 44AD, he will not be eligible for 44AD for 5 years subsequent to year in which he does not declare income as per 44AD. അതായത് ഇതെന്താ, ഇതൊരു ആക്ച്വലി ലോക്കിന്. അതായത് ഇപ്പം ഞാൻ 2024-25 ഞാൻ 44AD ഓപ്റ്റ് ചെയ്തു. ഓക്കെ, 2025-26 ഞാൻ 44AD ഓപ്റ്റ് ചെയ്തില്ല, കാരണം എനിക്ക് അതിനെക്കാട്ടി നല്ല മറ്റാന്ന് തോന്നിട്ട് മറ്റേ എടുത്തു. ഓക്കെ, ഇനി ഞാൻ വിചാരിക്കുകയാണ് 2026-27 44AD എടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല. കാരണം ആ സീക്വൻസ് ബ്രേക്ക് ആയിക്കണമെങ്കിൽ 5 വർഷം 5 ഇയേഴ്സിൽ പിന്നെ എനിക്ക് 44AD എടുക്കാൻ സമ്മതിക്കില്ല, പ്രിസംപ്റ്റീവ് സമ്മതിക്കില്ല. ആഫ്റ്റർ 5 ഇയേഴ്സ് മാത്രമേ, അതായത് സബ്സിക്വന്റ്, അതായത് ഞാൻ ബ്രേക്ക് ചെയ്ത് അവിടുന്ന് 5 ഇയേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് 44AD എടുക്കാൻ പറ്റും. ഓക്കെ, 44AD ഓപ്റ്റ് ചെയ്തു, പിന്നെ അടുത്ത വർഷം 44AD ഓപ്റ്റ് ചെയ്യാതിരിക്കാം. പക്ഷെ ഓപ്റ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ പിന്നെ അവിടുന്ന് 5 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 44AD എടുക്കാൻ പറ്റുള്ളൂ. അതുവരെ 44AD ബ്ലോക്ക് ആവും. ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിലേക്ക് വെരി ഇമ്പോർട്ടന്റ് ഒരു സാധനമാണ്. അടുത്തത് 44AD പ്രൊഫഷൻസിനുള്ള നോട്ടിഫൈഡ് പ്രൊഫഷൻസ് ഇല്ലേ, പ്രൊഫഷൻസിന് 44AD എടുക്കാൻ പാടില്ല, 44AD വേണം എടുക്കാൻ. അപ്പൊ 44AD എടുക്കുകയാണെങ്കിൽ റെസിഡന്റ് ഇൻഡിവിജ്വൽ LLPക്ക് പറ്റൂല. ഓക്കെ, നോട്ടിഫൈഡ് പ്രൊഫഷൻസ് ഹൂസ് ഗ്രോസ് റിസീറ്റ്സ് ഈസ് അപ് ടു 50 lakh. 50 ലക്ഷത്തിനുള്ളിലാണ് നിങ്ങളുടെ ഗ്രോസ് റിസീറ്റ്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഓപ്റ്റ് ചെയ്യാം. 50 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഓഡിറ്റ് വരും, ഓർമ്മയില്ലേ? ഇതെടുക്കാം. ഇഫ് അഗ്രിഗേറ്റ് റിസീറ്റ്സ് 5% അത് 75 ആവേ. ഇപ്പം ഈ പറഞ്ഞ ക്യാഷ് ആയിട്ടുള്ള ഡീലിംഗ്സ് ആണ് ഫുള്ള് ചെയ്യുന്നുണ്ടെങ്കിൽ 50ക്ക് പകരം ലിമിറ്റ് വിൽ ബി 75 lakhs. ഓക്കെ, ഇനി ഇതിന്റെ ഇൻകം, അതായത് വാട്ട് ഈസ് ദി PGBP ഇൻകം, 50% ഓഫ് ദി ഗ്രോസ് റിസീറ്റ്സ്. എത്രയാണോ ഗ്രോസ് റിസീറ്റ്സ് അതിന്റെ 50% ആയിരിക്കും ഞാൻ ഇവിടെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഗ്രോസ് റിസീറ്റ്സിന്റെ 50% ആയിരിക്കും എന്ത് ചെയ്യാം, ഗ്രോസ് റിസീറ്റ്സിന്റെ 50% ആയിരിക്കും ഞാൻ ഇൻകം ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ 10 ലക്ഷമാണ് ഞാൻ ടോട്ടലി എന്താ പറയാ ഗ്രോസ് റിസീറ്റ്സ് കാണിക്കണമെന്നുണ്ടെങ്കിൽ, മേലെ പറഞ്ഞ രീതിയിൽ ഗ്രോസ് റിസീറ്റ്സ് കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഇൻകം വിൽ ബി 5 lakh. ഇതിൽ കുറച്ച് കാണിക്കണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ബി ടാക്സ് ഓഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ 44AD എടുക്കാൻ പറ്റുന്ന ആളായിരുന്നു, എടുത്തില്ല.
കഴിഞ്ഞ ഇൻകം കുറച്ച് കാണിക്കണം എന്നായിരുന്നു. സോ ടാക്സ് ഓഡിറ്റ് ചെയ്ത് വന്നാൽ മതി. ഓക്കെ, സോ ഗ്രോസ് റിസീവ്സിന്റെ 50% വിൽ ബി ഡിക്ലെയർഡ് ആസ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഇൻകം ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെടും. നമ്മൾ നേരത്തെ 8%, 6% ആയിരുന്നു, ഇപ്പോൾ 50%. എക്സ്പെൻസ് ഒന്നും ക്ലെയിം ചെയ്യാൻ പാടില്ല. ഇത് ഓപ്റ്റ് ചെയ്തിരിക്കണമെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിക്വയർഡ് അല്ല, വേണ്ട. അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എടുക്കണം. ഒറ്റ സിംഗിൾ അഡ്വാൻസ് ടാക്സ് പേയ്മെന്റിന്റെ ഇൻസ്റ്റാൾമെന്റേ ഉള്ളൂ 15th മാർച്ചിന്. റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്നത് 31st ജൂലൈ. ഓക്കെ, ഫൈൻ. ഓക്കെ, 44AD പറഞ്ഞു. നെക്സ്റ്റ് 44AE ആണ്. ഇതൊരു സ്പെസിഫിക് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ട്രാൻസ്പോർട്ടേഷൻ, ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന പ്രസന്റീവ് ടാക്സേഷൻ സ്കീമാണ് 44AE. ഇത് ഓപ്റ്റ് ചെയ്യേണ്ടത് ഈ ഫസസി ഓൺസ് നോട്ട് മോർ ദാൻ 10 ഗുഡ്സ് കാരേജ് അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. അതായത് 10 ഗുഡ്സ് കാരേജിന്റെ താഴെയുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഗുഡ്സ് കാരേജ്, അതായത് ഗുഡ്സ് കാരേജ് എന്ന വണ്ടി, 10 ഗുഡ്സ് കാരേജ്, 10 കാരേജ്, അതായത് 10 വണ്ടി വെഹിക്കിളുള്ള, 10 വണ്ടിന്റെ താഴെ വെഹിക്കിളുള്ളവർക്ക് മാത്രമേ 44AE ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തൊരു മറ്റേത് ഓപ്റ്റ് ചെയ്യണം. ഇത് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ PGP ഇൻകം ആയിട്ട് കണക്കാക്കാൻ നിങ്ങൾക്ക് ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഉണ്ടെങ്കിൽ അത് ഹെവി ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,000 kgന്റെ മേലെ പോകുന്ന വെഹിക്കിൾ എന്നുണ്ടെങ്കിൽ, ഇത്രയും ടൺ കൊള്ളുന്ന വെഹിക്കിൾ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ 1000 ഇൻറ്റു എത്രയാണോ വെയിറ്റ് ഇൻ ടൺസ് ഇൻറ്റു ഓണർഷിപ്പ്, എത്ര മാസം ഞാൻ ഓണർഷിപ്പ് ആയിട്ടുണ്ടോ അത്രയും മാസം എന്ത് ചെയ്യാം, ഇൻറ്റു ചെയ്യാം. അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദി മന്ത് ഇൻറ്റു ചെയ്യാം പെർ വെഹിക്കിൾ വെച്ചിട്ട്. 1000 ഇൻറ്റു ആ വെഹിക്കിളിന്റെ ടൺ എത്രയാണോ ഇൻറ്റു എത്ര മാസം ഞാൻ ആ വെഹിക്കിൾ ഹോൾഡ് ചെയ്ത് അത്രയും മാസം വെച്ചിട്ട് ഇൻറ്റു ചെയ്യാം. ഒരു മാസത്തിന് 1000 വെച്ചിട്ട്. ഓക്കെ, എത്ര മാസം ഞാൻ 12 മാസമാണെങ്കിൽ 12, 1000 ഇൻറ്റു 12 എത്ര ടണ്ണാണ് നോക്കുക, അത്രയും ടണ്ണ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അത്ര വെഹിക്കിൾ ആണെങ്കിൽ 7500 ഇൻറ്റു ഓണർഷിപ്പ്, ജസ്റ്റ് ടണ്ണില്ല, 7500 ഇൻറ്റു 7 മാസമാണെങ്കിൽ ഇൻറ്റു 7, 6 6. 6 ആണെങ്കിൽ പാർട്ട് ഓഫ് ദി മന്ത് ഓൾസോ വിൽ ബി ഈക്വൽ ടു 1 മന്ത്. പാർട്ട് ഓഫ് ദി മന്ത് ഒരു മന്ത് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, 6 ആണെങ്കിൽ 7500 ഇൻറ്റു 6 ആണെങ്കിൽ 7. ഓക്കെ, അങ്ങനെ. സോ ആ ഒരു എമൗണ്ടുകൾ മറക്കണ്ട. റിസംപ്റ്റീവ് ടാക്സേഷൻ 44AE കാണാൻ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അനുസരിച്ച് കാണാം. എക്സ്പെൻഡിച്ചർ ഒന്നും കിട്ടൂല, നോ എക്സ്പെൻസസ്. അസസി ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് വേണ്ട, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വേണ്ട. ഓക്കെ, ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഓപ്റ്റ് ചെയ്തില്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിക്വയർ ആണ്. അഡ്വാൻസ് പേയ്മെന്റ് 4 ഇൻസ്റ്റാൾമെന്റ് തന്നെയാണ്, 10 ഇൻസ്റ്റാൾമെന്റ് അല്ല, 4 ഇൻസ്റ്റാൾമെന്റ് നോർമൽ ആയിട്ട് തന്നെയാണ് അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് വരിക. റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യേണ്ടത് 31st ജൂലൈ തന്നെ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് എളുപ്പം. ഇതിങ്ങനെ എന്താ വെച്ചാൽ അത്ര വലിയ സിമ്പിൾ ആണ്. അത് വലിയ എളുപ്പമുള്ള സാധനമാണ് ഈ പറഞ്ഞ 44AD, ADA. പക്ഷെ കാൽക്കുലേഷൻ വേണമെങ്കിൽ ചോദിക്കാം, ഒരു സിറ്റുവേഷൻ വന്നിട്ട് കാൽക്കുലേഷൻ വേണമെങ്കിൽ ചോദിക്കാം. ആൻഡ് നെക്സ്റ്റ് കേസ്, ആൻഡ് വി ആർ അറ്റ് ദി എൻഡ് ഓഫ് ദിസ് PGPയുടെ എൻഡ് പാർട്ടിലോട്ട് എത്തി. സെക്ഷൻ 145. സെക്ഷൻ 145 മെത്തഡ് ഓഫ് അക്കൗണ്ടിംഗ്. PGP നിങ്ങൾക്ക് ഒന്നെങ്കിൽ ക്യാഷ് ബേസിൽ എടുക്കാം, അല്ലെങ്കിൽ മറക്കേണ്ടില്ല അക്രൂവൽ ബേസിൽ എടുക്കാം. ക്യാഷ് ബേസിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യല് ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്ത എത്രയാണോ ഗ്രോസ് റിസീറ്റ്സ്, അതിൽ നിന്ന് ക്യാഷ് ആയിട്ടുള്ള എക്സ്പെൻസ്, ക്യാഷ് ആയിട്ട് പേ ചെയ്ത എക്സ്പെൻസ് ആണ് അത് മൈനസ് ചെയ്യാൻ, ബാക്കിയുള്ളതായിരിക്കും പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ബട്ട് ഇനി വല്ല സബ്സിഡി ഒരു ഗ്രാൻഡ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിസീവ് ചെയ്യുന്ന ആ സമയം തന്നെ ആ പ്രീവിയസ് ഇയർ തന്നെ എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. സബ്സിഡി ഗ്രാൻഡ്, അത് ക്യാഷ് ലിസ്റ്റ് ആണെങ്കിലും അക്രൂവൽ ലിസ്റ്റ് ആണെങ്കിലും സബ്സിഡി ഗ്രാൻഡോ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്നാണ് റിസീവ് ചെയ്യുന്ന വർഷമാണ് അതിന്റെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുക. സബ്സിഡി ഗ്രാൻഡോ കിട്ടുകയാണെങ്കിൽ ഇൻകം വിൽ ബി ട്രീറ്റഡ് ആസ് അത് റിസീവ് ചെയ്യുന്ന വർഷം. ഓക്കെ, അപ്പൊ ഇനി ICDS സ്റ്റാൻഡേർഡ്സ് ഉണ്ട് നമുക്ക് ഇല്ല, അതായത് ഇൻകം കമ്പ്യൂട്ടേഷൻ ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. 10 സ്റ്റാൻഡേർഡ്സ് ആണ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അത് അപ്ലൈ ആക്കിയിട്ട് വേണം, അത് കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ. ഞാൻ അക്യുറൽ ലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ 10 ഈ പറഞ്ഞ ICDS സ്റ്റാൻഡേർഡ്സും യൂസ് ചെയ്തിട്ട് വേണം ഞാൻ കമ്പ്യൂട്ട് ചെയ്യാൻ, ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, എല്ലാ സസീസിനും ICDS അപ്ലിക്കബിൾ ആണ്, എക്സെപ്റ്റ് 44AE ഓപ്റ്റ് ചെയ്യാത്ത ഇൻഡിവിജ്വൽ. അതായത് ഇൻഡിവിജ്വൽ HUFന് നോർമലി ICDS സ്റ്റാൻഡേർഡ്സ് ഈസ് നോട്ട് അപ്ലിക്കബിൾ. ഏത് ഇൻഡിവിജ്വൽ HUFന്, നോർമൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ HUF. ടാക്സ് ഓഡിറ്റ് ഉള്ള ഇൻഡിവിജ്വൽ HUFന് ഇത് അപ്ലിക്കബിൾ ആണോ? യെസ്. ടാക്സ് ഓഡിറ്റ് വരാത്ത ഇൻഡിവിജ്വൽ HUFന് ICDS ഈസ് നോട്ട് അപ്ലിക്കബിൾ. അതല്ലാത്ത എല്ലാവർക്കും ICDS ഈസ് അപ്ലിക്കബിൾ. നമുക്ക് ICDS പഠിക്കാനില്ല, പറഞ്ഞു തരും. അടുത്തത് കോമ്പോസിറ്റ് ബിസിനസ്. നിങ്ങൾ ഓൾറെഡി അഗ്രികൾച്ചർ ഇൻകത്തിൽ പഠിക്കുന്നതായിരിക്കും. അതായത് അഗ്രികൾച്ചർ ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആൾക്ക് ഒരു പോർഷൻ വിൽ ബി അഗ്രികൾച്ചർ ഇൻകം അല്ലേ. കോമ്പോസിറ്റ് ബിസിനസ് മീൻസ് ഗ്രോയിങ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഇൻ ഇന്ത്യ ആൻഡ് മാനുഫാക്ചറിംഗ് ഫ്രം സച്ച് പ്രൊഡ്യൂസ്. ഇൻ ദാറ്റ് കേസ് ഇൻകം വിൽ ബി അപ്പോർഷൻ ബിറ്റ്വീൻ ബിസിനസ് ഇൻകം ആൻഡ് അഗ്രികൾച്ചർ ഇൻകം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പാർട്ട് അഗ്രികൾച്ചർ, ഒരു പാർട്ടാണ് ബിസിനസ്. അപ്പം രണ്ടായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യണം. അപ്പോർച്ച്മെന്റ് ഓഫ് ഇൻകം ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് അഗ്രികൾച്ചർ. ഇൻ കേസ് ഓഫ് ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ടീ, കോഫി, റബ്ബർ. അപ്പം ടീ, കോഫി, റബ്ബർ ഇതിൽ ഗ്രോയിങ് മാനുഫാക്ചറിംഗ് നടത്തുന്ന ആളാണെങ്കിൽ, ടീ ആണെങ്കിൽ 40% ബിസിനസ് ഇൻകം, 60% അഗ്രികൾച്ചർ ഇൻകം. റബ്ബർ ആണെന്നുണ്ടെങ്കിൽ 30%, 35% ബിസിനസ് ഇൻകം, 65% അഗ്രികൾച്ചർ ഇൻകം. ഗ്രോൺ ആൻഡ് കേർഡ് ആണെങ്കിൽ 25% ബിസിനസ് ഇൻകം, 35% അഗ്രികൾച്ചർ ഇൻകം. അഗൈൻ ഗ്രോൺ കേർഡ് ഗ്രൗണ്ട് ആൻഡ് റോസ്റ്റഡ് ആണെങ്കിൽ 40% ബിസിനസ് ഇൻകം, 60% അഗ്രികൾച്ചർ. നമ്മൾ നോക്കണം ക്വസ്റ്റ്യൻ ഇതിൽ ഏതാണ്. ആൻഡ് ദിസ് ഷുഡ് ബി ബൈ ഹാർട്ടഡ് അല്ലേ, ബൈ ഹാർട്ടഡ് എന്ന് നിർത്തിയില്ല പോകും. ഇൻ കേസ് ഓഫ് ഗ്രോയിങ് ആൻഡ് അനി അതർ പ്രൊഡക്റ്റ്, ഇതല്ലാതെ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലോ
ടീ റബ്ബർ കോഫി ഒന്നല്ല, വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിൽ ബിസിനസ് ഇൻകം വിൽ ബി സെയിൽ വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് വിറ്റ വാല്യൂ എത്രയാണോ അത് അതിൽ നിന്ന് എന്ത് കൊടുക്കുക, മാർക്കറ്റ് വാല്യൂ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് കൺസ്യൂംഡ്. അതും അതിന്റെ മാർക്കറ്റ് വാല്യൂ, അതായത് ഞാൻ എന്തോ മാനുഫാക്ചർ ചെയ്താൽ വിൽക്കുന്നത്, അപ്പൊ അതിന്റെ സെയിൽ വാല്യൂ എന്ന് എന്ത് മൈനസ് ചെയ്യാം, അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന്റെ മാർക്കറ്റ് വാല്യൂ ഉണ്ടാവില്ല, മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന്റെ മാർക്കറ്റ് വാല്യൂ മൈനസ് ചെയ്യുക. വേറെ എന്തെങ്കിലും എക്സ്പെൻസ്, മാനുഫാക്ചർ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക, ബാക്കിയുള്ളതാണ് ബിസിനസ് ഇൻകം. ഇനി അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന്റെ മാർക്കറ്റ് വാല്യൂ, ഇവിടെ കൺസിഡർ ചെയ്ത സാധനം ഉണ്ടല്ലോ, അത് ഇവിടെ എടുക്കുക, ആ മാർക്കറ്റ് വാല്യൂ, അതാണ് അഗ്രികൾച്ചർ ഇൻകം. അതിൽ നിന്ന് കൾട്ടിവേഷൻ കോസ്റ്റ് മൈനസ് ചെയ്യുക, അതാണ് അഗ്രികൾച്ചർ ഇൻകം. അപ്പൊ ഈ 40-60 പ്രൊപ്പോർഷൻ ഇല്ല. ഡയറക്ട്ലി വി ആർ ടേക്കിംഗ് ഞാനൊരു അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഉണ്ടാക്കി കിട്ടുമ്പോൾ ഒരു മാനുഫാക്ചർ വാല്യൂ ഉണ്ടാവില്ല, ഒരു വാല്യൂ, മാർക്കറ്റ് വാല്യൂ. അതാണ് ഈ മാർക്കറ്റ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അത് വെച്ചിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഒരു മാനുഫാക്ചർ ചെയ്തു. അപ്പം ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള സെയിൽ വാല്യൂ എത്രയാണോ അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം, ഈ അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന്റെ മാർക്കറ്റ് വാല്യൂ മൈനസ് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാനുഫാക്ചർ എക്സ്പെൻസ് മൈനസ് ചെയ്യുക, കിട്ടുന്നതാണ് ബിസിനസ് ഇൻകം. അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുമ്പോൾ ആ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ട് കിട്ടുന്ന മാർക്കറ്റ് വാല്യൂ ഉണ്ടല്ലോ, നമ്മൾ മേലെ കൺസിഡർ ചെയ്ത മാർക്കറ്റ് വാല്യൂ, അത് തന്നെയാണ് അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് വരിക. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാൻ പറ്റും, എക്സ്പെൻസ് ആയിട്ട്, കൾട്ടിവേഷൻ കോസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് മൈനസ് ചെയ്യാം. So we done and dusted PGVP latest സാധനം നമ്മൾ done and dusted. If you have any queries, if you have any doubts, you can just WhatsApp me 8943081450. ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആൻഡ് ഫീഡ്ബാക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വാട്സപ്പ് ചെയ്ത് പറയാ, അല്ലെങ്കിൽ കമന്റ് യുവർ ഫീഡ്ബാക്ക്, കമന്റ് യുവർ സജഷൻസ്, കമന്റ് ചെയ്യാം, ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാം, ആൻഡ് സജഷൻസ് കമന്റ് ചെയ്യാം. ഓക്കെ, സോ വി കംപ്ലീറ്റഡ് PGVP. നെക്സ്റ്റ് വി സീ വിത്ത് സം അതർ ടോപ്പിക്. ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്നുള്ളത് വേണമെങ്കിൽ കമന്റ് ചെയ്തോ, നോക്കാം. ഓക്കെ, ബൈ, സീ യു.